ശ്രീനാരായണ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൽ സമാരംഭിച്ച് ശിവലിംഗ ദാസ സ്വാമിയിലൂടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയിലൂടെ അനസ്യൂതം തുടർന്ന് കൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതിയിലെത്തി നിൽക്കുന്ന ഭഗവാന്റെ പരിപാവന സന്യസ്ത ശിഷ്യ പരമ്പരയെ ഒന്നാകെ പ്രണമിക്കുന്നു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം തിരുവല്ല യൂണിയൻ്റെ സമാരാധ്യനായ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ, യൂണിയൻ്റെ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും വിവിധ ഭാരവാഹികളെ, ഈ വേദിയെ സമലങ്കരിക്കുന്ന ഏറെ സംപൂജ്യനായ ശിവബോധാനന്ദ സ്വാമികൾ, ഏറെ സംപൂജ്യ യോഗത്തിൻ്റെ യോഗ നേതാക്കളായിട്ടുള്ള വിജയൻ സാറുണ്ട്, രവീന്ദ്രൻ സാറുണ്ട്, സന്തോഷ് ചേട്ടൻ അടക്കം ഈ വേദിയെ സമലങ്കരിക്കുന്ന യോഗ നേതാക്കളെ, 16ാമത് മനക്കച്ചിറ കൺവെൻഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടുത്തെ സംപൂജ്യരായ മഹാഗുരുവിൻ്റെ ഭക്ത മാനസന്മാരെ, എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന നിർഭരമായ പ്രണാമം. തുടർച്ചയായിട്ട് 2ാം തവണ മനക്കച്ചിറ കൺവെൻഷനിൽ വരാൻ സാധിച്ചു. 2ാം തവണ, കഴിഞ്ഞ വർഷമാണ് ആദ്യമായി പങ്കെടുക്കുന്നത്. മഹാഗുരുവിൻ്റെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളും അത്യാവശ്യം നമുക്കറിയപ്പെടുന്ന എല്ലാ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും 2 കൺവെൻഷനിൽ മാത്രം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിലൊന്ന് മാടമൺ കൺവെൻഷൻ റാന്നി യൂണിയൻ്റെതും, 2 മനക്കച്ചിറ കൺവെൻഷൻ്റെയും. കുറേ നാളുകളായി ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു, ഇതെന്താ ഇവരാരും വിളിക്കാത്തതെന്നൊക്കെ. ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ആരോടും നമ്മളങ്ങനെ ഇന്ന് വരെ ജീവിതത്തിൽ ഒരാളോട് പോലും ഒരു സ്വാമിയോട് ഇങ്ങനെ പറയുന്ന ഒരു ചിത്രത്തിലൊക്കെ നോക്കുമ്പോൾ എന്താ സ്വാമി നമുക്കിവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നതല്ലാതെ അങ്ങോട്ട് ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം മനക്കച്ചിറ കൺവെൻഷന് വരാൻ പറ്റി, ഈ വർഷം മാടമൺ കൺവെൻഷനും പോകാൻ പറ്റി. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സാമുദ്രപാദങ്ങൾ അറിഞ്ഞ് വിളിക്കുന്നത് പോലെ. കഴിഞ്ഞ തവണയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗുരുബോധൻ TV ലൈവ് ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ എന്തോ ഒരു വിഷയമായിരുന്നു. അതിൻ്റെ താഴോട്ട് കമൻറ്റുകളിൽ സാമുദ്രപാദങ്ങൾ കുദ്രോലി ഗോകർണനാഥ ക്ഷേത്രത്തിൽ 1.5 തുടം കാപ്പി കൊണ്ട് 10,000-ങ്ങൾക്ക് പാൽക്കാപ്പി കൊടുത്ത ഒരു ചരിത്രമൊക്കെ അന്ന് ഇവിടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അതാരോ കട്ട് ചെയ്തു ഫേസ്ബുക്കിലിട്ടു. പിന്നൊരു 2 ആഴ്ചത്തേക്ക് എന്നെ ആളുകൾ ഏകറിൽ നിർത്തി ഭയങ്കര എന്തുവാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനെ രസകരമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ മനക്കച്ചിറയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് പക്ഷേ കുറച്ച് വ്യത്യസ്തമായൊരു വിഷയമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വന്ന് നിന്ന് വണ്ടി നിർത്തി ഇറങ്ങി വരുമ്പോൾ തന്നെ നേരെ കണ്ടത് നമ്മുടെ ശിവബോധാനന്ദ സ്വാമിയാണ്. സ്വാമി ഞാനും കഴിഞ്ഞ ആഴ്ച SNDP യോഗം നിലമ്പൂർ യൂണിയൻ്റെ മലബാർ കൺവെൻഷനുകൾ ഒന്നിച്ചതുപോലൊരു വേദിയിലുണ്ടായിരുന്നു. അപ്പം സംസാരിച്ച് വന്ന കൂട്ടത്തിൽ എന്നോട് ഇപ്പോൾ പറയുകയും ചെയ്തു, അപ്പോൾ ഇന്നിവിടെ നീ തകർക്കാൻ പോവാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാമി ഇന്ന് തകർക്കാനുള്ളൊരു വിഷയമല്ല, സർവ്വമത സമ്മേളനമാണ് നമ്മുടെ വിഷയം. കൃത്യമായ ഒരു പോയിന്റിനകത്ത് നിൽക്കേണ്ട, ഒരു പോയിന്റിൽ ആരംഭിച്ച് മറ്റൊരു പോയിന്റിൽ അവസാനിക്കേണ്ട, വളരെ സ്റ്റിപ്പുലേറ്റഡായ ലോകത്തിലെ ആദ്യത്തേതെന്ന് വിശേഷിക്കപ്പെടുന്ന ആ സർവ്വമത സമ്മേളനവും ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റേതായ സർവ്വമത സമ്മേളനവും തമ്മിലുള്ള ഒരു കമ്പാരിസണിലൂടെ അത് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും. അപ്പോൾ അതിനകത്ത് സമയവും വളരെ കുറവാണ്. ഏതാണ്ട് ഒരു 11:30 കൂടി തന്നെ അത് കൃത്യമായി അവസാനിപ്പിക്കേണ്ടതും ഉണ്ട്. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്നും ഇനി വീട്ടിൽ പോകാൻ സമയമില്ല. നേരെ പാലക്കാട് വെസ്റ്റ് യൂണിൻ്റെ പരിപാടിക്ക് പാലക്കാടേക്ക് പോകണം. പാലക്കാട് ചെന്ന് അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്ന് എയർപോർട്ടിൽ കാറ് പാർക്ക് ചെയ്ത് അവിടെ നേരെ ഭോപ്പാൽ ശ്രീനാരായണ മിഷൻ്റെ പരിപാടി. അങ്ങനെ അടുത്തൊരു 72 മണിക്കൂർ ഇങ്ങനെ പാക്കായി നിൽക്കുന്നത് കൊണ്ട് സമയം പോയാൽ അത് എനിക്കും ബാധിക്കുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് പതിയെ വിഷയത്തിലേക്ക് വരാം. മഹാഗുരുവിൻ്റെ സർവമത സമ്മേളനം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഞാനും ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ ശാഖായോഗത്തിൻ്റെ രൂപര പാഠശാലയിൽ, അതല്ലെങ്കിൽ കുടുംബയോഗങ്ങളിൽ നമ്മൾ പ്രഭാഷകർ പൊതുവേ പറഞ്ഞു തുടങ്ങുന്ന ഒരു കൺവെൻഷണൽ തന്നെ സോ കോൾഡ് ഹിസ്റ്റോറിക്കൽ ഒരു ഐക്കണിക് നമ്മളൊരു രീതിയാണ് ലോകത്തിലെ ആദ്യത്തേതും ലോകത്തിലെ 2ാമത്തതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവ്വമത സമ്മേളന സാമുദ്രപാദങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ 1924 സംഘടിപ്പിക്കുമ്പോൾ ഇത് ഞാനും കേട്ട് അല്ല നിങ്ങളെല്ലാവരും കേട്ട് നമ്മൾ നിരന്തരം നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു വാക്കാണ് ലോകത്തിലെ 2ാമത്തതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവ്വമത സമ്മേളനം. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ
എന്താണ് ഗുരു നടത്തിയ സർവ്വമത സമ്മേളനം? ഈ ലോകത്തിൽ ആദ്യമായി എന്ന് പറയുന്ന 1893 വിവേകാനന്ദ സ്വാമിയൊക്കെ പങ്കെടുത്ത ആ സർവ്വമത സമ്മേളനം അതെന്താണ്? ഈ സർവ്വമത സമ്മേളനവും അതുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇത് രണ്ടിനെയും ഒന്ന് അനലൈസ് ചെയ്ത് പറയുമ്പോൾ സാമുദ്രപാദങ്ങൾ ഒരിക്കൽ ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞതുപോലെ ഇത് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയും. നിങ്ങൾ ആ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. നമ്മളുടെ തലവിലപ്പറമ്പിലെ AV അശോകൻ സാർ, ശിവഗിരി മഠത്തിൻ്റെ ശിവഗിരി മാസികയുടെ മുൻ എഡിറ്ററായിരുന്ന, ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ഒരു കോർഡിനേറ്ററായിരുന്ന, സ്വാമിയൊക്കെ വളരെ പരിചയമുണ്ട ഒരാളാണ് AV അശോകൻ സാർ. ഇപ്പോൾ ഒരല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ്. അശോകൻ സാർ പണ്ടൊരു ക്ലാസ്സിൽ നേരിട്ട് പറഞ്ഞൊരു കഥയാണ്. ഇച്ചിരി വലിയൊരു സ്റ്റോറിയാണത്. അതിൽ ഗുരു പറഞ്ഞൊരു കമൻ്റാണ് നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയെന്ന് പറയും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ശിവഗിരിയിൽ ശാരദാമഠത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം, ശാരദാമഠം സാമുദ്രപാദങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് 1912 മെയ് മാസം 1-ാം തീയതിയാണ്. ഭഗവാന്റെ സ്വാമി തന്നെ നാം ഇത് ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രതിഷ്ഠയാണ് ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് നമുക്കറിയാം. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഓരോ ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് സ്വാമി ചെയ്യുന്നത്. ഈ രണ്ടെണ്ണമാണ് ടെമ്പിളായി, ക്ഷേത്രങ്ങളായി നാം ഇത് ചെയ്യുവാൻ പോകുന്നു എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ അരുവിപ്പുറത്തിനാകെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. 72 മണിക്കൂർ കൊണ്ട് പ്രതിഷ്ഠ കഴിഞ്ഞു. നാം ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നു എന്ന് ഗുരു പറയുന്നത് മാർച്ച് 9-നാണ്. 12-ന് പ്രതിഷ്ഠയും കഴിഞ്ഞു. എന്നാൽ അരുവിപ്പുറം അങ്ങനെ, ശാരദാമഠം അങ്ങനെയല്ല. 1905 തന്നെ സാമുദ്രപാദങ്ങൾ ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠയുടെ സർക്കുലർ പുറപ്പെടുവിക്കുന്നുണ്ട്. 7 കൊല്ലം കഴിഞ്ഞ് 12-ലാണ് പ്രതിഷ്ഠ. ഇപ്പോൾ സ്വാഭാവികമായും ഈ സംഘാടകർ ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുവാനും ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനും നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഒരു മീഡിയം മൈലേജ് എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. ഇപ്പോഴത്തെ, അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും ഒരു പബ്ലിസിറ്റി പ്രൊപ്പഗണ്ട ശാരദാമഠത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പണപ്പിരിവും കാര്യങ്ങളും 1 രൂപ വെച്ചിട്ടാണ് സ്വാമി ഇരിക്കുന്നത്. അതൊക്കെ വേറെ ചരിത്രമാണ്, നമുക്ക് എല്ലാം പറയാൻ സമയമില്ല. അപ്പോൾ ഈ ശാരദാമഠത്തിന് തറക്കല്ലിടുക, കുറ്റിയടിക്കുക, അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ സാമുദ്രപാദങ്ങളോട് ചോദിക്കാൻ കുമാരനാശാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ ഗുരുവിനോട്? തറക്കല്ലിടുന്ന എപ്പോഴാ സ്വാമി, കുറ്റിയടിക്കുന്ന എപ്പോഴാ സ്വാമി എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? സ്വാമിയോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാ പ്രതിഷ്ഠ സ്വാമി, അവൻ്റെ കാര്യം പോക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളുടെ പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം എറണാകുളം കോട്ടയം ജില്ല അതിർത്തിയിലാണ്. 1893 ഫെബ്രുവരി 20-ന് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. പൂത്തോട്ടക്കാർ അരുവിപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, സ്വാമി എപ്പോഴാ സ്വാമി മുഹൂർത്തം, എപ്പോഴാ സ്വാമി പ്രതിഷ്ഠയെന്ന്? ഒരൊറ്റ കമൻറ്റ്, 6 മാസം കഴിഞ്ഞ് അർദ്ധരാത്രി മഴ പെയ്യും അപ്പോഴാന്ന്. അങ്ങനെ പറഞ്ഞ സ്വാമി എടുത്ത് പറയാൻ പറ്റുമോ? 6 മാസം കഴിഞ്ഞ് അർദ്ധരാത്രി മഴ പെയ്ത് അപ്പം തന്നെ. മണ്ണന്തൽ ആനന്ദവല്ലീശ്വരം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ഒരു നമ്പൂരി വന്നിട്ട് ചോദിച്ചു, സ്വാമി ഏത് തിഥിയിലാണ്, ഏത് ലഗ്നത്തിലാണ്, ഏത് മുഹൂർത്തത്തിലാണ്, ഏത് രാശിയിലാണ് സ്വാമി പ്രതിഷ്ഠിച്ചതെന്ന്? ഇപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചു, ജ്യോത്സ്യനാണോ എന്ന്. ഓ ജ്യോത്സ്യനാണല്ലോ, ആൾക്കൊരു ക്രെഡിബിലിറ്റി ആയി. ആ സ്വാമി ഞാൻ ജ്യോത്സ്യനാന്ന്. ജാതകം എഴുതാറുണ്ടോ എന്ന്. ഓ സ്വാമി ഞാൻ ജാതകം എഴുതിയ കുഞ്ഞുങ്ങളെ ഈ നാട്ടിൽ ജനിച്ചിട്ടുള്ളെന്ന്. ഒരൊറ്റ ചോദ്യം, നിങ്ങൾ കുറിച്ച് കൊടുക്കുന്ന സമയം നോക്കിയാണോ സ്ത്രീകൾ പ്രസവിക്കുന്നതെന്ന്? അവൻ്റെ കാര്യം തീർന്നല്ലോ അല്ലേ? സ്ത്രീകൾ പ്രസവിക്കും, അത് കഴിഞ്ഞല്ലേ ജാതകം എഴുതുന്നതെന്ന്. നാം പ്രതിഷ്ഠിച്ച് ഇനി സമയം നോക്കിക്കോളാൻ. അങ്ങനെ പറയുന്ന ഗുരുവിനോടാ കുമാരനാശാൻ പോയിട്ട് പറയാൻ പോകുന്നത്, നമുക്കൊരു കുറ്റിയടിക്കൽ വേണ്ടേ സ്വാമിയെന്ന്. ഗുരു കൃത്യമായിട്ട് കാര്യമൊന്നും പറയാത്തത് കൊണ്ട് അത് വലിയൊരു സ്റ്റോറിയാണ്. ഞാനത് പെട്ടെന്ന് ഷോർട്ട് ചെയ്യുവാണ്. കുമാരനാശാൻ ഒരു തച്ചനെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ നിങ്ങൾ ശിവഗിരി മഠത്തിൽ കാണുന്ന ഈ ശാരദാമഠത്തിൽ ഇനി പോകുമ്പോൾ ഇത് ഓർക്കണം കേട്ടോ. ആ ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കുറ്റിയടിക്കലാണ്. ഡോക്ടർ പൽപ്പുണ്ട്, അവനവഞ്ചേരി മാധവാനസ്വാമിയുണ്ട്, ശിവലിംഗദാസ്വാമിയുണ്ട്, സേലം ശാന്തലിംഗസ്വാമി, ആ കാലത്ത് വേലു സന്യാസി, ശിവഗിരി മഠത്തിലെ ശാരദാമഠത്തിൻ്റെ 2ാമത്തെ പൂജാരി, ആദ്യത്തെ പൂജാരിയായിരുന്ന ശങ്കരൻ പരദേശി, ചൈതന്യസ്വാമി, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ തച്ചൻ കുറ്റിയടിച്ചിട്ട് കണക്ക് ശരിയാകുന്നില്ല. അവിടെ കുറ്റിയടിക്കുന്നു, അതിൻ്റെ ചരട് ഇവിടെ പിടിക്കുന്നു, ഇവിടെ കുറ്റിയടിക്കുന്നു, ഊരി അവിടെ കെട്ടുന്നു. ഗുരു ഇറങ്ങി വന്ന് തൃപ്പാദങ്ങളോട് പറയാതെയാണ് തച്ചനെ വിളിച്ചിരിക്കുന്നത്. കുമാരനാശൻ ആകെ ടെൻഷനായി. ഇനി എന്തെങ്കിലും വഴക്ക് പറയുമോ, സ്വാമിയോട് ചോദിക്കാതെ കുറ്റിയടിക്കലൊക്കെ. ഗുരു അങ്ങോട്ട് വന്നിട്ട് എല്ലാവരെയും നോക്കി ഒന്നും മിണ്ടാതെ. അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് കുന്തങ്കാലിരുന്നത്, ഇങ്ങനെ കാലിൽ ഇങ്ങനെ മുട്ട് കോർത്ത് ഒരൊറ്റ ഇരിപ്പ് അവിടെ ഇരുന്ന് കളഞ്ഞ്. ഗുരു വന്നപ്പോൾ ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കിപ്പായി മാറി. കുമാരനാശൻ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ ഗുരു അതൊക്കെ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ കുമാരനാശാനും ഈ തച്ചനും പതുക്കെ സ്വാമിയുടെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, സ്വാമി കണക്ക് ശരിയാകുന്നില്ല സ്വാമി എന്ന്, കണക്ക് ശരിയാകുന്നില്ലെന്ന്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, അതെന്താ കണക്ക് ശരിയാവാത്തതെന്ന്. അത് ചില ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുമാരനാശാൻ്റെ കൂടെ ഉണ്ടായിരുന്ന തച്ചൻ ഗുരുവിനെ നോക്കി പറയുവാന്ന്, സ്വാമി എങ്ങനെ നോക്കിയാൽ ഇത് മരണച്ചുറ്റ് കണക്കെന്ന്. ഈ തച്ചന്മാരൊരു വാക്കത് കേട്ടോ. അപ്പോൾ ഗുരു ചിരിച്ചു, അതെന്ത് കണക്കാന്ന്. അപ്പോൾ ഈ തച്ചൻ സ്വാമിയെ വരച്ച് കാണിക്കുവാണ്, സ്വാമി ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഏത്? ശാരദാമഠം. ഗുരുവിന് ശാരദാമഠത്തിൻ്റെ കണക്ക് ഇവർ അങ്ങോട്ട് പറയുമോ സ്വാമിയോട്, സ്വാമി ഇതാണ് നമ്മുടെ ക്ഷേത്രം,
ഇവിടുന്ന് ഇങ്ങനെയാണ് ഒരു വാതിൽ, അവിടുന്ന് അങ്ങനെയാണ് ഒരു വാതിൽ. എങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ഈ പ്ലാൻ എന്നൊക്കെ ഇപ്പോൾ എൻ്റെ വാക്കാണ്, അവർ വേറെ എന്തെങ്കിലും വാക്കായിരിക്കും പറഞ്ഞത്. എങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഒരു രൂപരേഖ വരച്ചുണ്ടാക്കിയിട്ടും സ്വാമി ഒരു കള്ളി പുറത്തായി പോവുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വളച്ചൊരു വിധം കൂടെ പെർഫെക്റ്റ് ആകുന്നില്ല. ഒരു ചെറിയ പീസ്, ഒരു കള്ളി പുറത്താണല്ലോ സ്വാമി എന്ന്. അപ്പോൾ അശോകൻ സാറ് പറയും, പണ്ട് ഗീതാനസ്വാമിയും അതുപോലെ നമ്മളുടെ ബാലകൃഷ്ണൻ നായർ സാറും ഒക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയുമ്പോൾ പറയുന്ന കഥയാണ്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞെന്ന്, ഒരു കള്ളി പുറത്തായി പോവാ സ്വാമി എന്ന്. ഇതിനെയാണ് നാട്ടുകാരൊക്കെ നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുന്നതെന്ന് ഗുരു പറഞ്ഞു. ഇത് നമുക്ക് ചരിത്ര പുസ്തകങ്ങളായിട്ട് കേട്ടിരിക്കുന്നതല്ല, അശോകൻ സാറ് പറഞ്ഞ് കേട്ട ഒരു കഥയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു, ഭഗവാനെ നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലാണല്ലോ ഞാൻ വന്ന് നിൽക്കുന്നതെന്ന്. ആകെ 1 മണിക്കൂറുണ്ട്, നമുക്ക് സർവ്വമത സമ്മേളനത്തെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ സർവമത സമ്മേളനത്തെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഗുരുവിൻ്റെ സർവമത സമ്മേളനം? നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡായി വിഷയത്തിലേക്ക് വന്നാൽ, സ്വാമി എന്തുകൊണ്ടായിരിക്കും സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്? നമ്മുടെ ഒന്നാമത്തെ ഒരു ചിന്തയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് അടുത്തൊരു ചിന്ത വരും. ഈ മതം എന്ന് പറയുന്ന ഗുരു ഒരു അവസരത്തിൽ പറയുന്നുണ്ടോ, മതം ഒരു കമ്പനി പോലെയാണെന്ന് പറയുന്നുണ്ട്. മതം ഒരു കമ്പനി പോലെയാണ്. സ്വാമിയുടെ ഒരു കമൻറ്റാ, ശരിയല്ലേ? എല്ലാ മതങ്ങൾക്കും ഒരു വലിയ തലവനുണ്ടാകും, അതിന് താഴെ വേറെ കുറേ തലവന്മാരുണ്ടാകും, അങ്ങനെ ഇറങ്ങി വന്ന് ശാഖകളായി പിരിയും. എല്ലാ മതങ്ങൾക്കും അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കി ഈ സെമറ്റിക് മതങ്ങൾക്കെല്ലാം ഉണ്ട്. ഒരു കമ്പനി പോലെയാണ് ഗുരുവിൻ്റെ ഒരു വാക്കാ. മറ്റൊരു അവസരത്തിൽ സ്വാമി പറയുന്നുണ്ട്, സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമേ അല്ല, മതത്തിന് അവൻ പ്രമാണമാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സ്വാമി ഈ മതത്തിന് വലിയൊരു പ്രാധാന്യം. അങ്ങ് ഗുരു മതത്തെ നിഷേധിച്ചിട്ടുമില്ല. അതാണ് സഹോദരൻ അയ്യപ്പൻ മതനിഷേധവും മതസ്ഥാപനവും പരിചിൽ സാധിച്ച എന്ന് രണ്ടും സ്വാമി അതിനെ ഈക്വലൈസ് ചെയ്ത്, ഇതിന് വലിയ പ്രാധാന്യവുമില്ല എങ്കിലും അതൊരു സംവിധാനം മാത്രമാണ്, ഒരു വേ ഓഫ് ലൈഫ്, ജീവിതക്രമമായി മാത്രം സ്വാമി മതത്തെ കാണുന്നുമുണ്ട്. മാത്രമല്ല ഇനി നമ്മളിതിന് ഗുരുവിൻ്റെ ചില കമൻറ്റുകൾ മാത്രമാണ്. അപ്പോൾ എന്താണ്? മതത്തിന് അവൻ പ്രമാണമാണ്, തത്വജ്ഞാനിയുടെ അഭിപ്രായം മാത്രമാണ് മതം, ക്രിസ്തുവിൻ്റെ മതം ക്രിസ്തുവിൻ്റെ അഭിപ്രായമാണ്, ഇസ്ലാം മതം ഇസ്ലാമിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ പറഞ്ഞാണ് സ്വാമി മതത്തെ പല ടോക്കിൽ, ഗുരുവിൻ്റെ കോൺവെർസേഷനുകളിൽ സ്വാമി അങ്ങനെയാണ് മതത്തെ പറഞ്ഞു പോകുന്നത്. ഇനി മതത്തെ ഗുരു ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് സാമുദ്രപാദങ്ങൾ മതത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഡെഫിനിഷൻ ഗുരു കൊടുക്കുന്നുണ്ട്. ആത്മോപശതകത്തിൻ്റെ 44, 45, 46, 47 4 ശ്ലോകങ്ങൾ ഗുരു എക്സ്ക്ലൂസീവായി മതത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നു. എക്സ്ക്ലൂസീവായി നമുക്ക് നോക്കിയാലറിയാം. ഗുരു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ആളുകളുടെ ഒരു ഫൂളിഷ്നെസ് പറഞ്ഞുകൊണ്ടാണ്. പരമതവാദം നോക്കൂ, കൃത്യമായിട്ട് പാമരന്മാർ, ഇത് ഞാനതെല്ലാം കൂടെ നിങ്ങളെ പറഞ്ഞപ്പോൾ നിങ്ങൾ നിരന്തരമായി കേൾക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, എന്താണ് ഈ ആളുകളിങ്ങനെ ഒരു നിങ്ങൾ അറിയാമല്ലോ, ഉള്ളെങ്കിൽ ഞാൻ ആ ശ്ലോകം കൃത്യമായിട്ട് എല്ലാം കൂടെ നമുക്ക് ഒരു ടൈം കുറവായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി ഗുരു പറയുന്നു, ഉലകിൽ ഒരു ആനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ. നമ്മൾ ആ ശ്ലോകത്തിൽ ആ ഒരു പോയിൻ്റാണ്, ആ ഒരു പർട്ടിക്കുലർ വേർഡാണ് എടുക്കേണ്ടത്. ഇതെല്ലാവരും നമ്മളിങ്ങനെ എന്താണ് ഇതെല്ലാം ഒന്നാണെന്നറിയാതെ പാമരന്മാർ, അറിവില്ലാത്തവർ, ഫൂളിഷ്നെസ്, അതൊരു വിഡ്ഢിത്തരം എന്ന രീതിയിലാണ് ഗുരു. ഇത് മണ്ടത്തരമാണ്. അങ്ങനെ അലയത് കണ്ട് നമ്മളിങ്ങനെ അലയാതെ അമർന്നിടണം. നിങ്ങൾ ശാന്തമായി, അമരുക എന്ന വാക്കിന് വേറെ വലിയ അർത്ഥങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. 44 പിന്നെ ഗുരു അങ്ങോട്ട് വളരെ കൃത്യമായി ഇതിനെ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് പോവുകയാണ്. നോക്കൂ, ഒരു മതം അന്യന് നിന്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ന്യൂനമാകും, ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്ന് താനെന്നറിവളവും. അടുത്ത വാക്ക് ഭ്രമം, ഓൺലി ഇല്യൂഷൻ. ഇതറിയാതെയാണ് നമ്മൾ വാളെടുക്കുന്നത്, കലാപം നടത്തുന്നത്, മതത്തിൻ്റെ പേര് റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഘോഷയാത്ര വരുമ്പോൾ നീയൊക്കെ വഴി കടന്നാൽ മതിയെന്ന് ആംബുലൻസിനെ പോലും കടത്തി വിടുവല്ല. എന്തൊരു ബഹളമാണ്! ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഘോഷയാത്ര വരുമ്പോൾ, ഞങ്ങളുടെ പള്ളിയുടെ റാസ വരുമ്പോൾ, ഇന്ന മതവുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യം വരുമ്പോൾ ഇവിടെ കട തുറക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. മതത്തിൻ്റെ പേരിൽ നമ്മൾ എന്തെല്ലാം ഫൂളിഷസ് ആണ്. അതാ ഗുരു പറയുന്നത്, ഭ്രമമെന്നറിഞ്ഞിടണം. ദിസ് ഈസ് ഓൺലി ഇല്യൂഷൻ. ഇത് നിങ്ങളുടെ മനസ്സിലെ ഭ്രമം മാത്രമാണ്. വീണ്ടും പറയുന്നു, അടുത്ത പടി ഗുരു ഒന്നുകൂടി വാണിംഗ്. നമുക്കൊരു തരം എന്താണ് വാണിംഗ് ആണ് ഗുരു. നോക്കൂ, പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുവീല. ഈ ഒരു തത്വം നമ്മളൊന്ന് പ്രചരിപ്പിക്കുവാണെങ്കിൽ ഇസ്രയേലും പാലസ്തീനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. എന്തടിയാണ്, 3000 കൊല്ലം എങ്ങാണ്ടായി, 3000 കൊല്ലം
എത്ര പേരെ കൊന്നൊടുക്കി. സത്യത്തിൽ നമ്മളെപ്പോഴും ഈ വലിയ അമേരിക്ക ഇടപെടുന്നു, നോർവേ ഇടപെടുന്നു, ബ്രിട്ടൻ ഇടപെടുന്നു, നമ്മുടെ ഇന്ത്യ പോലും പല കാര്യങ്ങളിലും സജസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഓർക്കാറുണ്ട്, ഇവരെല്ലാവരെയും കൂടെ നോക്കൂ, ഇസ്രയേലിൻ്റെ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അല്ലെങ്കിൽ നമ്മുടെ പാലസ്തീനിലെ എല്ലാം, അപ്പം നോക്കൂ, ഹമാസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അവർ തലവന്മാരെല്ലാം വിളിച്ച് ശിവഗിരി മഠത്തിൽ ഒരു ക്ലാസ് എടുത്താൽ മതി. അവിടെ കൊണ്ട് ഇവർക്ക് മനസ്സിലാകാൻ തീരമുള്ള കാര്യമേ ഉള്ളൂ. പൊരുത് ജയിപ്പതസാധ്യം, ഒരു മതവും നോക്കൂ പൊരുതാൽ ഒടുങ്ങുവീല. അടുത്തതാണ് ഗുരുവിൻ്റെ വാണിംഗ്. പരമതവാദി ഇതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടും. നിങ്ങളൊക്കെ തീർന്നു പോകും, ഇതിനപ്പുറത്തൊന്നുമില്ല. നോക്കൂ, ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് വന്നിട്ട് അവസാനമായി ഗുരു ഒന്നുകൂടി പറഞ്ഞുകൊണ്ട്, അത് വേറെ തലത്തിലാണ്, ഒരു മതമാകുപതിനുരപ്പതെല്ലാവരും ഇത് വാദികൾ ആരും ഓർക്കുവീല. എല്ലാവർക്കും ഒരു ഒറ്റ അഭിപ്രായത്തിലേക്കാണ്. ഈ സെയിം സാധനമാണ് നമ്മളുടെ വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിൽ പറഞ്ഞു. നമുക്കതിലേക്ക് വരാം. നോക്കൂ, പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യമിങ്ങ ശേഷം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മതമാണ് വലുതെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഈ രഹസ്യം ഇതറിഞ്ഞാൽ ഇതെല്ലാം നോക്കൂ, നിങ്ങൾ ഏത് പുഴയിലൂടെ പോയാലും കായലിലൂടെ പോയാലും നിങ്ങൾ വണ്ടിയെ പോയാലും പ്ലെയിനെ കയറി പോയാലും എങ്ങനെ പോയാലും നിങ്ങൾക്ക് ലാൻഡ് ചെയ്യേണ്ടത് ഒറ്റ സ്ഥലമാണ്. ഇതറിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഈ ഒരു കോൺസെപ്റ്റിലാണ് സ്വാമിതൃപാദങ്ങളുടെ സർവമത സമ്മേളനം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഗുരുവിൻ്റെ സർവമത സമ്മേളനത്തിന് മുമ്പ് 1893 വിവേകാനന്ദ സ്വാമി പോയ ആ സർവമത സമ്മേളനത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്താണ് വിവേകാനന്ദ സ്വാമിയുടെ സർവമത സമ്മേളനം? അത് ശരിക്കും സർവമത സമ്മേളനം ആണോ? അതാണ് നമ്മുടെ ചോദ്യം. അത് സർവമത സമ്മേളനം ആണോ? നോക്കൂ, ഞാൻ എൻ്റെ ശാഖായോഗത്തിൽ പഠിക്കുമ്പോൾ കുടുംബയോഗങ്ങളിൽ ആദ്യമായി പ്രഭാഷണം ചെയ്ത് ഒരവസരം മഹാഗുരു തരുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളതാ കേട്ടിരിക്കുന്നത്, ലോകത്തിലെ രണ്ടാമത്തതും ഏഷ്യയിലെ ആദ്യത്തതും. രണ്ടാമത്തല്ല ഗുരുവിൻ്റെ, ആദ്യത്തെ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പങ്കെടുത്ത സർവമത സമ്മേളനം എന്ന് പറയുന്നത്? ആക്ച്വലി അത് സർവമത സമ്മേളനം ആയിരുന്നില്ല. ഇതിപ്പോൾ യൂട്യൂബിൽ ലൈവ് പോകുന്നതുകൊണ്ട്, ഗുരുപദൻ ടി വിയിൽ ഇത് പോകുന്നത് കൊണ്ട്, നാളെ ഇതിൻ്റെ താഴെ കമൻറ്റുകൾ പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ മാത്രമേ ചീത്ത വിളിക്കാവുള്ളൂ. എൻ്റെ അച്ഛനെ അമ്മേനെ ഒന്ന് വെറുതെ വിടണം, അവരെ കൂടെ പറയേണ്ട കാര്യമില്ല. കാരണം അമേരിക്ക ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയതിൻ്റെ 400ാമത് വാർഷികത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഓഫ് അമേരിക്ക സംഘടിപ്പിച്ച സീരീസ് ഓഫ് സമ്മേളനങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു റിലീജിയസ് പാർലമെൻറ്റ്. അത് സർവമത സമ്മേളനമല്ല. നോക്കൂ, നിങ്ങളിത് പെട്ടെന്ന് അംഗീകരിക്കേണ്ട, നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി. റിലീജിയസ് പാർലമെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. നോക്കൂ, 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതി മുതൽ 27-ാം തീയതി വരെ 17 ദിവസങ്ങളിലായി അമേരിക്കയിൽ നടന്ന സീരീസ് ഓഫ് സമ്മേളനങ്ങളായിരുന്നു ഈ സർവമത സമ്മേളനത്തിൻ്റെ ഒന്ന്. അതിൽ വിമൻസ് പാർലമെൻ്റ് ഉണ്ട്, സ്റ്റുഡൻസ് പാർലമെൻ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പാർലമെൻ്റ് ഉണ്ട്, വ്യാവസായിക സമ്മേളനം, സ്ത്രീ സമ്മേളനം, വിദ്യാർത്ഥി സമ്മേളനം, ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, സാംസ്കാരിക സമ്മേളനം, ഒരുപാട് സമ്മേളനങ്ങൾ നടന്നു. അതിൽ ഒന്ന് മാത്രമാണ് സർവമത സമ്മേളനമായിട്ടുള്ളത്. 1492 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഉപഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത്. സത്യത്തിൽ ടെക്നിക്കലി നോക്കിയാൽ അദ്ദേഹം വന്നിറങ്ങിയത് ഒരു ദ്വീപിലാണ്, ഇന്നത്തെ ബഹമാസ് ദ്വീപാണത്. അത് നോക്കൂ, അത് പിന്നീട് ബ്രിട്ടീഷ് കൊളംബിയയിലൊക്കെ, അത് പോട്ടെ, നിങ്ങൾക്ക് നോക്കി കിട്ടുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ ഇന്നത്തെ അമേരിക്കയുടെ മെയിൻലാൻഡിൽ അല്ല കൊളംബസ് വന്നിറങ്ങിയത്. എങ്കിലും ഫോർ ദ സേക്ക് ഓഫ് ഹിസ്റ്ററി ഗവൺമെൻറ് ഓഫ് അമേരിക്ക അതിനെ അംഗീകരിക്കുന്നു. അവിടെ മുതലാണ് യൂറോപ്യന്മാരുടെ വലിയ ഇൻവേഷൻ. ക്രിസ്റ്റഫർ കൊളംബസ് ബേസിക്കലി ഒരു ഇറ്റാലിയൻ സെയിലറാണ്. അദ്ദേഹമാണ് സെയിൻറ്റ് മെറീന എന്ന് പറഞ്ഞൊരു കപ്പലിൽ അദ്ദേഹം ഈ ഭൂമിയുടെ അപ്പുറം കണ്ടെത്താൻ ഇറങ്ങുന്നതും. അമേരിക്ക ശരിക്കും അദ്ദേഹം പല പഠനങ്ങളുണ്ട്, ഇന്ത്യയെ കണ്ടെത്തുവാൻ അദ്ദേഹം പോയെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അത് 1492, 400 വർഷം കഴിഞ്ഞപ്പോൾ 1892, ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന അമേരിക്കയുടെ 400ാമത് വാർഷികാഘോഷം, അമേരിക്ക കണ്ടെത്തിയതിൻ്റെ, കൊളംബസ് കാലുകുത്തിയതിൻ്റെ 400ാമത് വാർഷികാഘോഷം ഗവൺമെൻറ് ഓഫ് അമേരിക്ക സംഘടിപ്പിക്കുന്നു. ഇന്നത്തെ ചിക്കാഗോയിലെ സെൻട്രൽ സെനറ്റ് ഹാളിലാണ് ആ മീറ്റിംഗ് ഉണ്ടായത്. അവിടെ വെച്ചിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നു. മാത്രവുമല്ല, ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ സർവമത സമ്മേളനം എന്ന് പറയുന്നത് ഗുരു വിളിച്ചു കൂട്ടിയതാണ്. ഓരാചാര്യൻ വിളിച്ചു കൂട്ടിയതാണ്. ഇതങ്ങനെ അല്ല.
ഗവൺമെൻറ് ഓഫ് അമേരിക്ക ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തുന്നു. ഒരു ഓഫീസറെ, അതായത് ഓഫീസറല്ല, അദ്ദേഹം ഒരു ജഡ്ജാണ്. ജഡ്ജ് സർ ചാൾസ് കാരോൺ ബോയൽ എന്ന് പറയുന്ന സ്വീഡൻ സ്വദേശിയായ ഒരു ജഡ്ജിനെ, അതിലൊരു തമാശ ഉണ്ട് കേട്ടോ, അവിടുത്തതും ഒരു ജഡ്ജാണ്, ഇവിടുത്തതും ഒരു ജഡ്ജാണ്, ജസ്റ്റിസ് സദാശിവയ്യർ. അതൊക്കെ ചരിത്രത്തിൻ്റെ ചില ഇൻസിഡൻസുകളാണ്. അദ്ദേഹമാണ് സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ബെന്നറ്റ് കോയർ എന്ന് പറഞ്ഞ വേറൊരു ബ്രിട്ടീഷ് ഓഫീസർ. അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് സർവ്വമത സമ്മേളനം സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സർവ്വമത സമ്മേളനം ഇത്രയും പോപ്പുലറായി ചോദിച്ചാൽ അതിനൊരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമിയുടെ ആ പ്രസംഗത്തിൻ്റെ പേരിലാണ് ഈ റിലീജിയസ് പാർലമെൻറ്റ് ഇത്രയും പ്രശസ്തമായത്. ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ 11 മുതൽ 27 വരെ അമേരിക്കയിലെ ചിക്കാഗോയിൽ 17 ദിവസങ്ങളായി നടന്ന ഈ സർവ്വമത സമ്മേളനത്തിൽ വിവേകാനന്ദ സ്വാമി ഒറ്റ ദിവസം മാത്രമേ സംസാരിച്ചുള്ളൂ. ജസ്റ്റ് 1 ഡേ. അത് സെപ്റ്റംബർ 11 ആ പ്രസംഗമാണ്. മാത്രമല്ല നോക്കൂ, ഇന്ത്യയിൽ നിന്നും വിവേകാനന്ദ സ്വാമി മാത്രമല്ല പോയത്. വിർച്ചിങ് ഗാന്ധി ജൈനമതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ബുദ്ധമതത്തിന് വേണ്ടി അനഗാരിക ധർമ്മപാലെ, ഒത്തിരി ആൾക്കാരുണ്ട്. നോക്കൂ, നമ്മുടെ സെൻ ബുദ്ധമതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിലും തന്നെ ഷോക്കു ഹൊയാങ് അദ്ദേഹം പോയിട്ടുണ്ട്. പല ആളുകളും പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വിവേകാനന്ദ സ്വാമിക്ക് മാത്രമേ ഒരു ഹൈപ്പ് വരുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം ഒന്നുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല അതിൻ്റെ പേര് റിലീജിയസ് പാർലമെൻ്റ് എന്ന് മാത്രമാണ്. അവിടെ എല്ലാ മതവും വന്നിട്ട് അവരുടെ മതത്തെ മറ്റ് മതക്കാർക്ക് പരിചയപ്പെടുത്തുകയും മറ്റ് മതത്തിൻ്റെ ന്യൂനതകൾ മറ്റാളുകളെ കാണിച്ചു കൊടുക്കുകയും സ്വന്തം മതത്തിൻ്റെ ശ്രേഷ്ഠതകൾ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുകയുമാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ നിങ്ങൾ വലിയൊരു ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നു. ട്രേഡ് ഫെയർ ഇപ്പോൾ ഈ മനക്കതിര കൺവെൻഷൻ ഭാഗമായി നിങ്ങളുടെ ഒരു എക്സിബിഷൻ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നു. ഇവിടുത്തെ എല്ലാ തുണിക്കടകളും വരുന്നു, ഇവിടുത്തെ എല്ലാ വ്യാപാരശാലകളും വരുന്നു. അവരെല്ലാവരും നിങ്ങൾ ഏത് കടയിൽ നിന്ന് എടുത്താലും ഒരേ സാധനം കിട്ടുമെന്ന് പറയത്തില്ലല്ലോ. ഞങ്ങളുടെ കടയിൽ നിന്ന്, ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് എടുത്താലാണ് നല്ലത്, ഞങ്ങളാണ് ഓഫർ തരുന്നത്, ഞങ്ങളാണ് ക്വാളിറ്റി കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അവനവൻ്റെ സ്റ്റാളിലേക്ക് ആകർഷിക്കുവാനാണ് ഓരോ സ്റ്റാളുകാരും ഒരു ട്രേഡ് ഫെയറിൽ ശ്രമിക്കുക. ആണല്ലോ. ഈ സെയിം കോൺസെപ്റ്റാണ് 1893 അമേരിക്കയിലെ സർവ്വമത സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. വിവേകാനന്ദ സ്വാമി പോലും, ഞാനത് പറയുമ്പോൾ ഒരു വിവാദമാകുമെന്ന് എനിക്കറിയില്ല, വിവേകാനന്ദ സ്വാമി പോലും ഓരോരുത്തരും മറ്റുള്ള മതങ്ങളെ പുകഴ്ത്തി പറയുന്നത് സംസാരിച്ചുകൊണ്ട് ഒരു ശ്ലോകം അവിടെ ചൊല്ലുന്നുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഇവിടെ പറയുന്നില്ല. ആ ശ്ലോകം സ്വാമി തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വലിയ സമുദ്രത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന ആളുകൾ, ചിലർ പുഴയിലൂടെയും ചിലർ അരുവിയിലൂടെയും ചിലർ നടന്നും ചിലർ കായലിലൂടെ യാത്ര ചെയ്യും. എന്നാൽ ഇതിലൂടെ എല്ലാം ഒഴുകുന്ന വെള്ളം ആ സമുദ്രത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരു വ്യത്യാസമില്ലെന്ന ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് സ്വാമി സമർത്ഥിക്കുന്നത്. എന്നിട്ട് വിവേകാനന്ദ സ്വാമി അന്ന് അവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒട്ടനവധി ആളുകളുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു. അന്ന് ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചിക്കാഗോയിൽ വന്നിട്ടുള്ളത് സർ മുഹമ്മദ് അലക്സാണ്ടർ ഫെറൽ വെബ് എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ ആ പേര് കേട്ട് കാണും. മുഹമ്മദ് അലക്സാണ്ടർ ഫെറൽ വെബ് എന്ന് പറയും. അതിന് കാരണം അദ്ദേഹം ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. അദ്ദേഹം അമേരിക്കയുടെ ഫിലിപ്പീൻസിലേക്കുള്ള US അംബാസഡർ ആയിരുന്നു. അദ്ദേഹം ഫിലിപ്പീൻസിൽ വെച്ച് ഒരു ഇസ്ലാമിക സുഹൃത്തിനെ പരിചയപ്പെടുകയും ഇസ്ലാം മതത്തിൽ ആകർഷണമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്ത ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു പാരമ്പര്യമുള്ള അമേരിക്കൻ ഒറിജിനാണ്. അങ്ങനെയാണ് അദ്ദേഹം അതിന് പ്രതിനിധിയായിട്ട് വരുന്നത്. മാത്രമല്ല ക്രിസ്തു മതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്നത് ബെന്നറ്റ് ബറൗ എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചരിത്രകാരനാണ്. അദ്ദേഹവും മറ്റു മതങ്ങളെയെല്ലാം അപഹസിക്കുകയല്ല, അതിൻ്റെ ന്യൂനതകൾ കാണിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റാൻറ്റിസം. നോക്കൂ, ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൃത്യമായി എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് ആവശ്യമുള്ളതല്ല, ഇതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് റെക്ടിഫൈ ചെയ്ത് ഒരുതരം പരിഷ്കരണവാദമാണ് പ്രൊട്ടസ്റ്റാൻറ്റിസം ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിലാണ് നമുക്ക് ചരിത്രത്തിൽ അറിയാം, ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന നമ്മളുടെ ഒരാൾ അത് പോട്ടെ, നമുക്ക് മറ്റൊരു ചരിത്രമാണ്. അദ്ദേഹത്തിന് നമ്മുടെ അവസാനത്തെ ഡൽഹി ആളെ പിന്നീട് മൗണ്ട് ബാട്ടൺ വധിക്കപ്പെടുന്നതുമൊക്കെ അയർലൻഡിൽ വെച്ചിട്ട്. ഇതെല്ലാം ഈ പ്രൊട്ടസ്റ്റാൻറ്റിസത്തിൻ്റെ ഒരു ഐറിഷ് പോരാളികളാണ്. അതെല്ലാം മതത്തിൻ്റെ പേരിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട്
മൗണ്ട് ബാറ്റൻ പ്രഭു തിരിച്ചു പോയിട്ട് ഐറിഷ് ആർമികളാൽ അതൊരു തരം പ്രാദേശികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിലും അതിനകത്തൊരു പ്രൊട്ടസ്റ്റൻ്റ് സംവിധാനം ഉണ്ടായിരുന്നു. അതും മതത്തിൻ്റെ പേരിലാണ്. നോക്കൂ എന്തുമാത്രം കൊലപാതകങ്ങൾ. ലോകത്ത് ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് മതത്തിൻ്റെ പേരിലാണ്. നമ്മൾ എങ്ങനെ നോക്കിയാൽ എല്ലാ കലാപങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹവും വന്നിട്ട് ക്രിസ്തു മതത്തിൻ്റെ ചില കാര്യങ്ങളും പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനത്തിൻ്റെ ഗുണങ്ങളുമെല്ലാം. അപ്പോൾ ഓരോരുത്തരും അന്ന് അമേരിക്കയിൽ ചിക്കാഗോയിൽ പ്രസംഗിച്ചിട്ടുള്ള ഓരോരുത്തരും അവനവൻ്റെ മതത്തിൻ്റെ ശ്രേഷ്ഠതയും ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ അവരുടെ മതത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന ന്യൂനതകളുണ്ടെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു സംഘർഷത്തിൻ്റെയും പരസ്പര വിദ്വേഷത്തിൻ്റെയും ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞപ്പോഴാണ് വിവേകാനന്ദ സ്വാമി എണീറ്റ് വരുന്നത്. നോക്കൂ, വിവേകാനന്ദ സ്വാമി അന്ന് ഒരു തലപ്പാവൊക്കെ വെച്ച്, നമുക്കറിയാം അല്ലേ, വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള, നമുക്ക് ആ ഫോട്ടോ ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ ആണ്. വളരെ ചൈതന്യമുള്ള മുഖത്തോടു കൂടി ഒരൊറ്റ സ്റ്റാർട്ടിംഗ് ആണ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഏറ്റുമുട്ടിയും ഈ പ്രതിനിധികൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കുമ്പോഴുള്ള സാഹോദര്യത്തിൻ്റെ ആ ഒരു വാക്കുണ്ട്. പിന്നെ പറയുന്നത്, ഐ ഓട്ട് ടു അഡ്രസ് യു, താങ്ക് യു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും പുരാതനമായൊരു സന്യാസി സമൂഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സ്വാമി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ സ്പീച്ച് ഇൻ അക്രോസ് ദ വേൾഡ്, ലോകത്തിലെ പ്രശസ്തമായ 10 പ്രസംഗങ്ങളിൽ ഒന്നായി എഴുതപ്പെട്ടിരിക്കുന്നതാണ് ആ പ്രസംഗം. പ്രിയപ്പെട്ടവർ, സത്യത്തിൽ ഇതിനെ മറികടക്കുന്നൊരു പ്രസംഗം ഉണ്ട് കേട്ടോ. 1924 മാർച്ച് മാസം 3-ാം തീയതി 1099 കുംഭമാസം 20-ാം തീയതി ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ അന്തരംഗ ശിഷ്യൻ, ഇവിടെ ചങ്ങനാശ്ശേരിക്കടുത്ത് വേഴപ്ര സ്വദേശിയായ പൂർവാശ്രമത്തിൽ നായർ സമുദായ അംഗമായിരുന്ന, പോളപ്പറമ്പ് എന്ന് പറയുന്ന ഒരു നായർ തറവാട്ടിൽ അംഗമായിരുന്ന ശങ്കരൻ നായരുടെയും പാർവതി അമ്മയുടെയും മകൻ സത്യവ്രത സ്വാമി അയ്യപ്പൻ പിള്ള. അതിഗംഭീരമായ പ്രസംഗം. അത് പക്ഷേ ചരിത്രത്തിലൊന്നുമില്ല. നമുക്കതിലേക്ക് വരാം. ലോകത്തിലെ മഹാഗുരുവിൻ്റെ സർവ്വമത സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗം 44 മിനിറ്റ് എടുത്തുകൊണ്ട് 13 പേജിൽ, നോക്കൂ, 1 മാസം കൊണ്ട് എഴുതി തയ്യാറാക്കി CV കുഞ്ഞിരാമൻ പലതവണ എഡിറ്റ് ചെയ്ത് ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിനെ സർവ്വമത സമ്മേളനത്തിൻ്റെ തലേ ദിവസം വായിച്ച് കേൾപ്പിച്ച, ഇന്ത്യയുടെ, കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ ചരിത്രത്തെ അനലൈസ് ചെയ്യുന്ന, ഫ്യൂഡലിസത്തിൻ്റെ, കാസ്റ്റിസത്തിൻ്റെ, ജാതി സമവാക്യങ്ങളുടെ നടുവൊടിക്കുന്ന മഹാഗുരുവിൻ്റെ ഈശ്വരീയതയെ മുക്തകണ്ഠം വാഴ്ത്തുന്ന അതിഗംഭീരമായൊരു പ്രസംഗം, സ്വാമി സത്യവ്രതൻ്റെ സ്വാഗത പ്രസംഗം 13 പേജാ. നമ്മളാരും പറയുകയല്ല, വിവേകാനന്ദ സ്വാമിയുടെ അവിടുത്തെ പ്രസംഗം നമുക്ക് വലിയതാണ്. ഞാനതിനെ വില കുറച്ച് കാണിക്കുമല്ല, അതിലും വമ്പൻ സാധനം ഇപ്പുറത്തുണ്ട്. നമുക്കതിലേക്ക് വരാം. അങ്ങനെ വിവേകാനന്ദ സ്വാമി സംസാരിച്ചിട്ട് ബാക്കി എല്ലാ മതത്തിൻ്റെയും ഈ ഇരിക്കുന്ന പ്രതിനിധികളെ നോക്കിയിട്ട് വിവേകാനന്ദ സ്വാമിയുടെ ഒരു കമൻ്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ കേട്ടു. അവരെല്ലാവരും അവരവരുടെ മതത്തിൻ്റെ ഗുണത്തെ പറയുകയും മറ്റുള്ളവരുടെ മതത്തിൻ്റെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ. ഓരോ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ മതമാണ് ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ചെറിയ കിണറ്റിൽ ജീവിക്കുന്ന ഒരു തവള. വിവേകാനന്ദ സ്വാമി അതിനെക്കുറിച്ച് പറയുന്നത് ഇൻ ദ ഹെമിസ്ഫിയർ ഓഫ് എ സ്മോൾ വെൽ എന്നാണ്. ഒരു ചെറിയ കിണറിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഇൻഹാബിറ്റൻസിൽ ജീവിക്കുന്ന ഒരു തവള. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലാശയമെന്ന് വിളിച്ചു പറഞ്ഞാൽ അവൻ സമുദ്രത്തെ കണ്ടിട്ടില്ലെന്നല്ലേ അർത്ഥം. അത്രേ ഉള്ളെന്നാ. സത്യത്തിൽ അതിനകത്തൊരു പരിഹാസം പോലുമുണ്ട്. ഞാൻ ആ വാക്ക് പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. അങ്ങനെ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, അമേരിക്കയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മതം വലുതെന്ന് പറയുമ്പോൾ അതിൽ ഒരു കിണറ്റിൽ ജീവിക്കുന്ന ഒരു തവള, ഈ കിണറ്റിലെ ജലാശയമാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിഡ്ഢിത്തരം നിറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ പരിഹാസം അതിലില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ആ വാക്ക് പറയുന്നില്ല. നമുക്ക് സർവ്വമത സമ്മേളനം അമേരിക്കയിലിത് വിടാം. അവിടെ അത് കഴിയുന്നു. വിവേകാനന്ദ സ്വാമി ആ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ വലിയ ഫേമസ് ആകുന്നു. സ്വാമി അവിടെ വീണ്ടും പല സ്പീച്ചുകൾ നടത്തുന്നു. തിരികെ അന്ന് ഏവിയേഷൻ ട്രാവലില്ല, കപ്പലിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സാമുദ്രപാദങ്ങൾ
അത് കഴിഞ്ഞ് 31 കൊല്ലം കഴിഞ്ഞപ്പോൾ 1891 31 1924, ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് 36 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുരു സംഘടിപ്പിക്കുന്നു സർവമത സമ്മേളനം. അരുവിപ്പുറം മതസമന്വയത്തിൻ്റെതായ പ്രതിഷ്ഠയായിരുന്നുവെങ്കിൽ 36 കൊല്ലം കഴിഞ്ഞ് മഹാഗുരു മതങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പ്രതീകാത്മകമായ പ്രതിഷ്ഠയ്ക്കപ്പുറം സർവമത സമ്മേളനത്തിലേക്ക് എത്തുന്നു. ഗുരുവിൻ്റെ വലിയൊരു മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് മനസ്സിലാക്കണമെങ്കിൽ നോക്കൂ, അരുവിപ്പുറത്ത് ഭഗവാൻ ആ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിനാകെ കാണുവാനുണ്ടായിരുന്നത് 50-60 ആളുകളാണ് മാക്സിമം. അതിപ്പോൾ മൂർക്കോത്തിൻ്റെ കൃതികളും കുമാരനാശാൻ്റെതും കോട്ടുകോയ്ക്കലിൻ്റെതും മയ്യനാടിൻ്റെതും ധർമാനന്ദ ഗുരുജിയുടെയും നടരാജ ഗുരുവിൻ്റെയും ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളും നോക്കുമ്പോൾ മാക്സിമം ഒരു 65 പേർക്കപ്പുറത്ത് ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല അരുവിപ്പുറം പ്രതിഷ്ഠ. എന്നിട്ട് സാമതൃപാദങ്ങൾ അതിനെ മാതൃകാസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. മാതൃകാസ്ഥാനം, ജാതിഭേദമില്ല, മതദ്വേഷമില്ല, ഇതൊന്നും നമുക്കറിയാം. നമ്മൾ അതിനി എപ്പോഴും പറയേണ്ടതില്ല. അങ്ങനെ സോദരത്തേനെ വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ഇതിനെ സങ്കല്പിച്ച ഗുരു വെറും ഒരു 65 അല്ലെങ്കിൽ 55 ആളുകൾ മാത്രമുണ്ടായിരുന്ന ആ അരുവിപ്പുറത്ത് നിന്നും 36 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് മഹാഗുരുവിൻ്റെ കർമ്മകാണ്ഡം ഈ ആലുവയിലേക്ക് എത്തുമ്പോൾ ഗുരു അവിടെ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ പ്രതിനിധികളായി, ഐ റിപ്പീറ്റ്, ഓഡിയൻസ് അല്ല, പ്രതിനിധികളായി വന്നത് 10,000 പേരാ. 10,000 പേർ കൃത്യമായി ID കാർഡല്ല, പാസ് ഉണ്ടായിരുന്നവർ. ഇന്നത്തെ പോലെ ടാഗും ഒന്നും പ്രിന്റ് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ലല്ലോ. കൃത്യമായി അതായത് ഗുരുവിൻ്റെ ആക്സെപ്റ്റൻസിയിൽ പാസ് ഉണ്ടായിരുന്ന 10,000 പ്രതിനിധികൾ. കാഴ്ചക്കാർക്ക് എണ്ണമില്ലെന്നാ, എങ്ങനെ നോയാലും 25,000-ഓളം പേരെങ്കിലും ഉണ്ടാകും. ഈ 2 ദിവസം കൊണ്ട് 35,000-ലധികം ആളുകൾ സംഘടിപ്പിച്ച ഒരു മാസ്, ഒരു വലിയ ക്രൗഡ് പുള്ളിങ് ഈവൻ്റ് ആയിരുന്നു മഹാഗുരുവിൻ്റെ സർവമത സമ്മേളനം. പക്ഷെ നമ്മളെല്ലാവരും പ്രസംഗങ്ങളിൽ ലോകത്തിലെ 2ാമത്തേത്, ഏഷ്യയിലെ ആദ്യത്തേത് അങ്ങ് ചെറുതാക്കി കളയും. അല്ല, അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ പലരും ശാഖായോഗം ഭാരവാഹികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി ശാഖക്കാർ കാണും, വനിതാസംഘത്തിൻ്റെ ഒക്കെ പ്രവർത്തകർ കാണും. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ വർഷം വയനാട്ടിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ എല്ലാ ശാഖക്കാരും പൊതുവെ കൂടി വയനാട്ടിൽ ഉരുൾപൊട്ടിൻ്റെ പേരിൽ ഞങ്ങളുടെ ശാഖ ചതയില്ലെന്ന് അങ്ങ് തീരുമാനിക്കുവാന്ന്. ഇത്തവണ വയനാട്ടിൽ ഉരുൾപൊട്ടി, കുറേ പേര് മരിച്ചുപോയി, ദുരന്തമുണ്ടായി, അതിനാൽ ഞങ്ങളുടെ ശാഖായോഗം ചതയോ ഇല്ല, ആഘോഷവും ഇല്ല, ഘോഷയാത്രയില്ല, സദ്യയില്ല, മൗനമായിട്ടെല്ലാം ആചരിക്കുവാന്ന്. എന്തു കുന്തമാണോ? നോക്കൂ, ഈ പറഞ്ഞ 35,000 പേര് പങ്കെടുത്ത സർവമത സമ്മേളനത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററായി സാമതൃപാദങ്ങൾ ആദ്യം നിയോഗിച്ചിരുന്നത് ഒരു മഹാപുരുഷനെയാണ്, മഹാകവി കുമാരനാശാൻ. ജനുവരി മാസം 16-ാം തീയതി ഇതേ 24-ന് ഈ സർവമത സമ്മേളനം തുടങ്ങുന്നതിന് കൂടിപ്പോയാൽ നോക്കൂ, ജനുവരി 16, ഫെബ്രുവരി 16, ഒരു മാസം, ഫെബ്രുവരി വീണ്ടും ഒരു 12 ദിവസം, ഫെബ്രുവരി 28 എന്ന് പറയുമ്പോൾ 42, മാർച്ച് മാസം 3, 45 ദിവസം. ഈ പറയുന്ന ആലുവയിലെ സർവമത സമ്മേളനം തുടങ്ങുന്നതിന് വെറും 45 ദിവസം മുമ്പ് മഹാഗുരു കഴിഞ്ഞാൽ, ഐ റിപ്പീറ്റ്, കുമാരനാശാന്റെ വാക്കാണ്, മഹാഗുരു കഴിഞ്ഞാൽ, ആശാൻ ഒരിക്കൽ പ്രസംഗിക്കുന്നതാ, ഈ കുലത്തിൽ ഏറ്റവും സ്വീകാര്യനും സർവസമ്മതനും സ്വാധീനമുള്ളവനുമായ കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരണമടഞ്ഞിട്ട് ഗുരു സർവമത സമ്മേളനം മാറ്റിവെച്ചില്ല. ഓൺലി 45 ഡേയ്സ്. പകരം 2-ാം ദിവസം സത്യവ്രതസ്വാമി ഒരു അനുശോചന പ്രമേയം വായിച്ച് 2 മിനിറ്റ് എല്ലാവരും ഇരുന്നു, തീർന്നു. നമ്മുടെ ശാഖക്കാർക്ക് വിഷമം, അവിടെ ഉരുള് പൊട്ടിയെന്ന്, ഘോഷയാത്രയില്ലെന്ന്, സദ്യ ഇല്ലെന്ന്. എന്തോ പറയാനാ? ഒന്ന് ഇവർക്കൊക്കെ മടിയാ, കട്ടപ്പെടാൻ കഴിയത്തില്ല. ഇത് പറഞ്ഞങ്ങ് മാറ്റി വെക്കാമല്ലോ. ഒന്നുമല്ല, ഗുരു മാറ്റി വച്ചില്ല, നമ്മളാ മാറ്റി വെക്കുന്നത്. അതിൻ്റെ ഒന്നും ഞാനതൊന്ന് ഓർത്ത് പറഞ്ഞ കാരണം ഞാൻ വീണ്ടും പറയുന്നു. ഇതൊക്കെ ഇനി യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. ഇനി ചീത്ത കണ്ടമാനം വിളിക്കുമ്പോൾ എന്നെ തന്നെ വിളിക്കാവുള്ളൂ. പാവം എൻ്റെ അച്ഛനെ അമ്മയെ ഒന്നും ഒഴിവാക്കണേ, വയ്യ പാവങ്ങൾ, അതുകൊണ്ടാണ്. ഓക്കെ, നോക്കൂ. അപ്പോൾ സാമതൃപാദങ്ങളെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഗുരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ സർവമത സമ്മേളനത്തിന് ഒരു വലിയ ബോർഡാണ് ചൈതന്യസ്വാമി ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ആഗോള സർവമത സമ്മേളനം,
ആദിഗംഭീരമായൊരു ബോർഡ്. ഇപ്പോൾ ഗുരു പറഞ്ഞു ഇത്തരം ഒരു ബോർഡും വേണ്ട, വാദിക്കൽ ഒരു ബോർഡും വേണ്ട. കയറി വരുന്നവരെല്ലാം ഒരു വാക്ക് കണ്ടുകൊണ്ടേ വരാവുള്ളൂ. വാദിക്കാനും ജയിക്കാനും അല്ല, ഇതറിയാനും അറിയിക്കാനുമാണ്. ഈ ബോർഡ് ഇങ്ങനെ വായിച്ചിട്ട് ഒരല്പനിമിഷം നിന്നുപോയി CV കുഞ്ഞിരാമൻ. എന്നിട്ട് ലേഖനം അങ്ങോട്ട് എഴുതി. ഈ ബോർഡ് കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം നിശബ്ദനായിപ്പോയി. ഈ ബോർഡ് വായിച്ചിട്ട് ഇവിടെ നിങ്ങൾ എല്ലാ മതക്കാരും അവനവൻ്റെ മതമാണ് വലുത്. അവിടെ അമേരിക്ക നടന്ന സെയിം സാധനം. നിങ്ങളൊക്കെ ഇങ്ങനെയല്ല, ഞങ്ങളുടെ മതത്തിലേക്ക് വാ വാ, ഞങ്ങളുടെ മതത്തിൽ വന്നാൽ പെട്ടെന്ന് ദൈവത്തെ കാണാം. അത് നമുക്ക് വന്ദേ ഭാരതാണ് ഞങ്ങളുടെ മതം. ട്രിവാൻഡ്രം വിട്ടാൽ പിന്നെ കൊല്ലം, കൊല്ലം വിട്ടാൽ പിന്നെ നോക്കൂ കായംകുളം, കായംകുളം വിട്ടാൽ പിന്നെ കോട്ടയം, കോട്ടയം വിട്ടാൽ പിന്നെ എറണാകുളം, ഒരൊറ്റ പോക്ക, ഇടയ്ക്ക് സ്റ്റോപ്പില്ല. ഞങ്ങളുടെ മതം വന്ദേ ഭാരതാണ്, ഇതിൽ കയറിയാൽ പെട്ടെന്ന് ദൈവത്തെ കാണാം. ആ മതത്തിൽ പോയി കഴിഞ്ഞാൽ പാസഞ്ചറാണ്, അവിടെ നിർത്തി അവിടെ നിർത്തി അവിടെ നിർത്തി, നാട്ടുകാർ മൊത്തം കയറി വന്നിരിക്കുക, സീറ്റും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ മതം പാസഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ വന്ന ആളുകളൊക്കെ ഞെട്ടി. വാദിക്കാനും ജയിക്കാനും ഇങ്ങോട്ടാരും പോരണ്ട. വാദിക്കാനും ജയിക്കാനും അല്ലെന്ന് ഗുരു പറയുമ്പോൾ മനസ്സിൽ ഒരു സാധനം നമുക്ക് പൊങ്ങി വരും. വാദിക്കാനും ജയിക്കാനും ഗുരു പറഞ്ഞു, മനസ്സിൽ ഇങ്ങോട്ട് വരണ്ട. അടുത്തത് അറിയാനും അറിയിക്കാനും മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അത് വായിച്ചിട്ടാ CV കുഞ്ഞിരാമൻ എഴുതുന്നത്. നോക്കൂ, ഞാൻ ഈ സർവ്വമത സമ്മേളനത്തിൻ്റെ ഈ പ്രതലത്തിലേക്ക് കയറി വരുമ്പോൾ ഞാൻ കാണുന്നത് അച്ചസ്പടിയാർന്ന ജലാശയം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടി പോലെ തോന്നുന്ന സ്ഫുടതയാർന്ന ഏതാ ആലുവാപ്പുഴ. എനിക്ക് നിങ്ങൾ ആലുവ പോകുമ്പോൾ ഇതൊക്കെ ഓർക്കണം കേട്ടോ. ഇടത്തോട്ട് നോക്കുമ്പോൾ സൂര്യനെ പോലെ മഹാഗുരു ജലിച്ചങ്ങനെ ഇരിക്കുന്നു. എന്തോ ഫീലല്ലേ, എന്തൊരു ഫീലാണ്. ഒരു സൈഡിൽ 10,000 അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്ന പന്തൽ, അതിനപ്പുറത്ത് 10-35,000 പേർക്ക് ഭക്ഷണം കഴിക്കുവാൻ ക്രമാഗതമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഭോജ്യശാല, വൃത്തിയും വെടിപ്പും കൃത്യം. എല്ലാത്തിനെയും വിമർശിക്കുന്ന CV ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ, അങ്ങനെ തന്നെ ആയിരുന്നു. ഇതെല്ലാം അവിടെയുണ്ട്, ഇതെല്ലാം അവിടെയുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തം മതം വലുതെന്ന് പറയുവാനായി ആ വേദിയിൽ വന്നിരിക്കുമ്പോൾ ആലുവപ്പുഴയിലെ കുളിർകാറ്റ് ഒരു തണുപ്പോട് കൂടി വരും. അവിടെ മതസമന്വയവും മനസ്സുകളുടെ സമന്വയവും ഒന്നിച്ചാന്ന് CV കുഞ്ഞിരാമൻ്റെ വാക്കുകളാണ്. അത്ര പെർഫെക്റ്റായി സാമുദ്രപാദങ്ങൾ അത് സംഘടിപ്പിക്കുന്നു. സർവമത സമ്മേളനം ആലുവയിൽ. ഞാൻ ഡേറ്റ് പറയുന്നു, 1924 മാർച്ച് 3-4 ആയിരുന്നു. കുംഭം 20-21-1999. അവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ സമ്മേളനം നടന്ന് കൃത്യം 27-ാം ദിവസം മാർച്ച് 30-ന് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറഞ്ഞത്, ഒരു മോറൽ ട്രെയിനിങ് സെഷൻ എന്നുകൂടി പറയാം. കൃത്യമായി അച്ചടക്കത്തോടു കൂടി യാതൊരു വൈബ്രൻസിയും കലാപങ്ങളും ഇല്ലാതെ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് പോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ഒത്തുകൂടിയ, ഇത്രയും കണ്ടിന്യൂസ് ആയി 603 ദിവസം നീണ്ടു നിന്ന കണ്ടിന്യൂസ് സ്പോണ്ടേനിയസ് മാസ് അജിറ്റേഷൻ, ഒരു തുടർച്ചയായ ബഹുജന പ്രക്ഷോഭം വേറെ ഒന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം പോലെ. ഈ ചരിത്രകാരന്മാരും അതങ്ങോട്ട് അംഗീകരിക്കുന്നില്ലെന്നേ. 603 1924 മാർച്ച് 30-ന് ആരംഭിക്കുന്നു. 1925 നവംബർ 23-ന് മഹാനായ TK മാധവൻ, SNDP യോഗത്തിന്റെ ഗർജിക്കുന്ന സിംഹം, ഇതിഹാസം, വിപ്ലവകാരിയായ TK താന്നിയം കുന്നത്ത് കേശവൻ മാധവൻ അങ്ങോട്ട് നടന്നു ചെന്ന് ഇടതു കൈകൊണ്ട് ആ തീണ്ടാപ്പലക വലിച്ചെറിഞ്ഞ് കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞിട്ട് ആ തെരുവിലൂടെ നടന്നങ്ങോട്ട് പോകുമ്പോൾ അവസാനിച്ചത് 603 ദിവസങ്ങൾ. നോക്കൂ, ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. അത് തുടങ്ങുവാൻ ഒരുപാട് വോളണ്ടിയർമാർക്ക് ട്രെയിനിങ് പോലായതും ഈ സർവ്വമത സമ്മേളനമാണ്. ഇത് കഴിഞ്ഞ് കൃത്യം 27-ാം ദിവസം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ സർവ്വമത സമ്മേളനം നമ്മൾ ഒന്നുകൂടി അകത്തോട്ട് കയറി പഠിച്ചാൽ സാമുദ്രപാദങ്ങൾ കുമാരനാശൻ്റെ മരണത്തോടു കൂടി സർവ്വമത സമ്മേളനത്തിൻ്റെ ഓർഗനൈസേഷൻ ഗുരു ഏൽപ്പിക്കുന്നത് സത്യവ്രത സ്വാമിനെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സത്യവ്രത സ്വാമി, സത്യവ്രത സ്വാമിയുടെ സ്വാഗത പ്രസംഗം അതിഗംഭീരമാണ്, അതിഗംഭീരം. പ്രിയപ്പെട്ടവർ, ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതൊരിക്കലെങ്കിലും ഒന്ന് വായിക്കണേ. നമ്മളുടെ ഭാസ്കരൻ മാഷിൻ്റെ ഗുരുവൈഖരിയിൽ അത് കൃത്യമായി ഫുൾ പ്രിൻ്റഡ് ആണ്. VT സജീന്ദ്രൻ സാറിൻ്റെ ഗുരുധർമ്മം എന്ന പുസ്തകത്തിൽ നോക്കൂ, സത്യവ്രത സ്വാമിയുടെ സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് വള്ളി പുള്ളി വിടാതെ അതുപോലെ പ്രിൻ്റഡ് ആണ്. അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ
ഈ പ്രസംഗം സത്യവ്രതസ്വാമി പ്രിപ്പയർ ചെയ്തിട്ട് CV കുഞ്ഞിരാമനെ കാണിക്കുന്നു. അന്ന് മലയാള ഭാഷയിലെ ഗദ്യ സാഹിത്യത്തിലെ സവ്യസാചി എന്നറിയപ്പെടുന്നത് എത്ര പവർഫുൾ വാക്കുകളുടെ ഇതിഹാസമാണ്, വാക്കുകളുടെ പ്രവാഹമാണ് CV കുഞ്ഞിരാമൻ്റെ രചനകൾ. CV കുഞ്ഞിരാമൻ അതൊന്ന് എഡിറ്റ് ചെയ്തു, പല വാക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്നുകൂടെ നിലവാരം കൂട്ടി ഗുരുദേവനെ വായിച്ച് കേൾപ്പിച്ചു. തലേ ദിവസം സ്വാമി അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ചു. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെ കേട്ടോ: ബഹുമുഖരെ, ബഹുമാന്യരെ, ഇവിടെ വന്നുള്ള പ്രതിനിധികളെ, നിങ്ങൾക്കേവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നമ്മൾ ഈ സ്വാഗത പ്രാസംഗികരൊക്കെ കേട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. കൃത്യം, ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലുമില്ല, കൃത്യം ഏതാണ്ടൊരു 6 വരിയിൽ സല്യൂട്ടേഷൻ കഴിയുന്നു. അല്ലാതെ വേദിയിരിക്കുന്ന അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവർ ഒരു സാധനമില്ല, ഒന്നുമില്ല. ഞാനും ഈ പ്രസംഗ പരിശീലന കോഴ്സൊക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആദിഗംഭീരം. നമ്മളങ്ങനെ അല്ലല്ലോ, നമ്മളങ്ങോട്ട് വന്നിട്ട് കറങ്ങുന്ന ഫാനിനും മൈക്കിനും വെള്ളത്തിൻ്റെ കുപ്പിക്ക് ഇങ്ങനെ സ്വാഗതം പറഞ്ഞ് അങ്ങോട്ട് ഓഡിയൻസിനെ വെറുപ്പിച്ച് കളയും. ഒന്നുമില്ല, കൃത്യം ഒരു 6 വരി അങ്ങോട്ട് പറഞ്ഞിട്ട് നേരെ സ്റ്റാർട്ടിങ്. ആ വരി ഇങ്ങനെ കേട്ടോ: യുഗപ്പകർച്ചയാലെന്ന വണ്ണം ആഗോളതലത്തിൽ ഒരു പ്രതിഭാസം ഗ്രസിച്ചിരിക്കുന്ന കാലത്താണ് നാം എല്ലാവരും ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലുമുള്ള വിവേചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അത് 13 പേജുണ്ട്. അത് മൊത്തം കൂടി ഇപ്പോൾ നമുക്കിവിടെ പറയാൻ നമുക്ക് സമയമുള്ളൊരു കാര്യം അല്ലല്ലോ, ആ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏതാണ്ട് 4ാമത്തെ പേജിൽ നിങ്ങൾ വായിക്കണേ, സത്യവ്രതസ്വാമി ഒരു കാര്യം പറയുന്നുണ്ട്. നോക്കൂ പ്രിയപ്പെട്ട പ്രതിനിധികളെ, ഈ വേദിക്ക് താഴെ ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരു. അപ്പോൾ ഗുരു ഈശ്വരനാണോ? ഗുരുവിനെ ഭഗവാൻ എന്ന് വിളിക്കാവോ? നിങ്ങളിപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ പരമസദ്ഗുരു അത് അനുവദിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള ചരിത്രത്തിൻ്റെ ഉത്തരമാണ്. തലേ ദിവസം രാത്രി സാമതൃപാദങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഗുരു അനുമതി കൊടുത്ത പ്രസംഗത്തിൽ സത്യവ്രതസ്വാമികൾ പറയുന്നു, ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഈ സ്വാഗതം പറയുമ്പോൾ. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയത്, ഗുരു ഹിന്ദുവായി ജനിച്ചുവെങ്കിലും ഹിന്ദു അത് വേറെ രീതിയിൽ പോവാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഭഗവാൻ ഞാനൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ശാഖായോഗത്തിൽ ഈ ചതയ ദിനത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ അനൗൺസ് ചെയ്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഭഗവാൻ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ഇത്രാമത്തെ ചതയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഗുരുദേവനെ ഭഗവാനാക്കിയോ എന്ന്. സത്യത്തിൽ അന്ന് അതിൻ്റെ ആൻസർ പറയാൻ എൻ്റെ കയ്യിൽ ഉത്തരം ഇല്ലായിരുന്നു. പിന്നെ വായിച്ച് പഠിച്ചപ്പോഴാ സത്യവ്രതസ്വാമി 1000 നോക്കി നിൽക്കെ അന്ന് പ്രസംഗിച്ചതാ, ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ചതാ ഭഗവാൻ ശ്രീനാരായണ ഗുരു. അങ്ങനെയായിരുന്നു സാമതൃപാദങ്ങളുടെ ഈ സർവ്വ സമ്മേളനം ആരംഭിക്കുന്നത്. മാർച്ച് 3-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് സമ്മേളനം കൃത്യമായി ആരംഭിക്കുന്നത്. എല്ലാവർക്കും പാസ്സടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ടൈഡിയായി ആ മീറ്റിംഗ് മുന്നോട്ട് പോയി. ഹിന്ദു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല പ്രമുഖ പണ്ഡിതന്മാരെയും നമ്പൂതിരിമാരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും അവരാരും വന്നില്ല. നമ്മൾ അറിയേണ്ട കാര്യം കേട്ടോ, അവരാരും വന്നില്ല. ഇത് നമ്മൾ ഈ വലിയ ഹിന്ദു നവോത്ഥാനവും ഹിന്ദു ഐക്യമൊക്കെ പറയുമ്പോൾ ശ്രീനാരായണ പരമസദ്ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ ഒഫീഷ്യലായി ഇൻവൈറ്റ് ചെയ്ത ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധികൾ താന്ന ജാതിക്കാർ സംഘടിപ്പിക്കുന്ന മീറ്റിംഗ് എന്ന പേരിൽ പങ്കെടുത്തില്ല. നമ്മളിതൊക്കെ അറിയണം കേട്ടോ, നമ്മളിതൊക്കെ അറിയണം. ഇന്നലെ ഞാൻ ഇതിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അവസാന വട്ടം എൻ്റെ ഒരു പ്രിപ്പറേഷൻ, കാരണം എനിക്ക് വളരെ വ്യത്യസ്തമായൊരു വിഷയം തന്നിരിക്കുന്നത് കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാതെ നമുക്ക് വരാൻ പാടില്ല. നിങ്ങളെപ്പോലെ പ്രബുദ്ധരായ അല്ലെങ്കിൽ 16ാമത് മനക്കച്ചറ കൺവെൻഷൻ സംസാരിക്കുമ്പോൾ അത് യൂട്യൂബിലൊക്കെ ലൈവ് പോകുമ്പോൾ ഇത് ഡോക്യുമെൻറ്റഡ് ആകുന്നത് കൊണ്ട് നമ്മളൊന്ന് നോക്കണമല്ലോ. എനിക്കൊരു ഫോൺ കോൾ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹം കേരളത്തിന് പുറത്ത് നിന്നുമാണ് വിളിച്ചത്. എൻ്റെ നേരെ ഷൗട്ട് ചെയ്യുന്നു. അത് തട്ടിക്കയറുമല്ല, വളരെ അനിഷ്ടത്തോടു കൂടി സംസാരിക്കുന്നു. അപ്പം അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഒരു സ്പീച്ച് ഞാൻ കേട്ടല്ലോ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എൻ്റെ പൊന്നു ഭഗവാനെ, കഴിഞ്ഞ 1 മാസം മുമ്പ് SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ മൂന്നാറിൽ വെച്ച് മുഴുവൻ ശാഖായോഗം ഭാരവാഹികൾക്കും ഒരു 3 ദിവസത്തെ നേതൃത്വ പരിശീലന ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും പോയി. എനിക്ക് തന്നിരുന്ന വിഷയം സമുദായത്തിൻ്റെ ചാലക ശക്തികൾ,
എന്നാണ് സമുദായത്തിൻ്റെ ചാലകശക്തികൾ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, സി കേശവൻ, നമ്മുടെ ഗുരുപതൻ TV അനീഷ്, നമ്മുടെ ഇവിടുത്തെ തിരുവല്ല യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻ്റ് കൺവീനറും ഇതിൻ്റെ മുഖ്യ സംഘാടകനുമായിട്ടുള്ള നമ്മുടെ ഗുരുപതൻ TV അനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ അച്ഛനെയും കുടുംബക്കാരെയും മുഴുവൻ ചീത്ത കേൾപ്പിക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അവൻ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ അച്ഛൻ 2 ദിവസത്തേക്ക് തുമ്മി നടക്കുക. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിൻ്റെ അങ്ങേരെ എൻ്റെ അപ്പനെ പറഞ്ഞാൽ മതിയടാ എന്നൊക്കെ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനെ കേൾപ്പിക്കാനാണല്ലോ നീ വന്നേക്കെന്ന് പറഞ്ഞ പോലെ ഈ അനീഷ് അത് ഷൂട്ട് ചെയ്ത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു, എൻ്റെ പൊന്നു കൊച്ച, ഞാൻ എന്തെങ്കിലും തീവ്രവാദം പറഞ്ഞെങ്കിൽ അത് കട്ട് ചെയ്തിടാവുള്ളേ. എന്നോട് വളരെ സ്നേഹമുള്ള എൻ്റെ സ്നേഹസമ്പന്നനായ അനീഷ് ഒരു വാക്ക് പോലും കട്ട് ചെയ്യാതെ അത് യൂട്യൂബിലേക്ക് ഇട്ട്. അതോടുകൂടി എന്നെ പിടിച്ചിട്ട്, നിങ്ങൾ കലാപം ഉണ്ടാക്കുവാണോ? നിങ്ങൾക്ക് നാണമുണ്ടോ? കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? അതെന്താ കഴിഞ്ഞ കാര്യം ഇല്ലേ? കഴിഞ്ഞ കാര്യം പോയോ? അടികൊണ്ടതും ചെളി കിടന്നതും പോരാടിയതും പറയണ്ടേ? എന്നാൽ പിന്നെ ഇവിടുത്തെ പാഠ്യപദ്ധതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വേണ്ട, കഴിഞ്ഞല്ലോ. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു, വേണ്ടേ? ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നു, വേണ്ടേ? ജാലിയൻ വാലാബാഗ് മാസക്കർ, കൂട്ടക്കൊല 1919 1500ഓളം പേരെ വെടിവെച്ച് കൊന്നു, വേണ്ടേ? നിങ്ങളെന്തിനാ പണ്ട് തല്ലുകൊണ്ടു, പണ്ട് തലവെട്ടി, പണ്ട് സ്കൂളിൽ കയറ്റിയില്ല? ഇതുള്ള കാര്യമല്ലേ? എന്തിനാ അസഹിഷ്ണുത? അതുപോലെ തന്നെ ഞാൻ പറയും, ഇത് വീണ്ടും ഞാൻ ചീത്ത കേൾക്കും. അന്ന് ആലുവയിൽ ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധികൾ ഗുരു ക്ഷണിച്ചിട്ട് വന്നില്ല. എന്നിട്ട് ഇപ്പോഴാണ് ഹിന്ദു ഐക്യം പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പൊളിറ്റിക്കൽ കമൻ്റ് അല്ല, ചരിത്ര കമൻ്റാണ്. തെറി പറയുന്നവർ എന്നെ മാത്രം പ്ലീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. നോക്കൂ, അന്ന് അതിഗംഭീരമായ സ്വാഗത പ്രസംഗത്തിൽ കെ കുരുവിള എന്ന് പറഞ്ഞ ആളായിരുന്നു ക്രിസ്തു മതത്തിനെ പ്രതിനിധീകരിച്ച് വന്നത്. ശ്രീലങ്കയിൽ നിന്നും ഒരു ബുദ്ധ സന്യാസി വന്നിരുന്നു. കെ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചത്. ബ്രഹ്മസമാജത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് സാധു ശിവപ്രസാദ് സ്വാമികളാണ്. ആര്യ സമാജത്തിന് വേണ്ടി പണ്ഡിറ്റ് ഋഷിറാം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പ്രഗത്ഭമതികൾ, അന്നത്തെ ഈ സമൂഹത്തിലെ വമ്പന്മാരെ സാമുദ്രപാദങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നു. ഇവരെല്ലാവരും അവരവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ പൊക്കിപ്പറയുവാനോ മറ്റു മതത്തെ ഇകഴ്ത്തിക്കാട്ടുവാനോ അനുവദിച്ചിട്ടേയില്ല. ഓരോന്നിൻ്റെയും വീക്ഷണം മാത്രം പറയാം. ഗുരു പറഞ്ഞിരുന്നല്ലോ, ഇത് വാദിക്കാനോ ഇത് ജയിക്കാനോ അല്ല, ഇത് അറിയാനും അറിയിക്കാനുമുള്ളത് മാത്രമാണ്. കൃത്യമായ ഭക്ഷണം, കൃത്യമായ വിശ്രമം, എല്ലാവർക്കും താമസ സൗകര്യം എല്ലാം ആലുവയിൽ അറേഞ്ച്ഡ്. പിറ്റേന്ന് മാർച്ച് മാസം 4-ാം തീയതി രാവിലെ 9 മണിക്ക് സമ്മേളനം പുനരാരംഭിക്കുന്നു. സത്യവ്രത സ്വാമികൾ അന്ന് മഹാകവി കുമാരനാശാനുള്ള ഒരു അനുസ്മരണ പ്രമേയം വായിച്ചു. അനുശോചന പ്രമേയം എന്നാണ് പല പുസ്തകങ്ങളും പറയുന്നത്. ആ പ്രമേയം വായിച്ച് കുമാരനാശാൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം എല്ലാവരും മൗനം ആചരിച്ചു. മീറ്റിംഗ് തുടങ്ങി. നമ്മളാണെല്ലാം മാറ്റിവെച്ചത്, നമ്മളൊക്കെ. അപ്പോൾ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഞാനതൊന്ന് ആരുടെയെങ്കിലും മനസ്സിൽ കയറുന്നെങ്കിൽ കയറട്ടെ എന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളാണെല്ലാം മാറ്റിവെച്ചത്. മീറ്റിംഗ് തുടങ്ങുകയും ചെയ്തു. 2-ാം ദിവസത്തേത് അതിഗംഭീരമായ സമ്മേളനമായിരുന്നു. സാമുദ്രപാദങ്ങൾ ഓരോന്നും കേട്ടുകൊണ്ടിരുന്നു, ഓരോന്നും. രാത്രി 7 മണിയോടുകൂടിയാണ് സമ്മേളനം അവസാനിച്ചത്. രാത്രി 7 മണിയായപ്പോൾ സാമുദ്രപാദങ്ങൾ നേരിട്ട് വേദിയിൽ കയറി വന്നു. ഗുരു നേരിട്ട് വേദിയിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരുവിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ട് കേട്ടോ, പ്രഖ്യാപനം. അത് നമുക്ക് അവസാനം പറയാം. അതിനുശേഷം എല്ലാവരെയും ആ പ്രഖ്യാപനം പിന്നീട് പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ടാണ്. മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിക്കണേ, ഇപ്പോൾ ഇവിടെ മനക്കേച്ചറ കൺവെൻഷൻ നടത്തുന്നു. നമ്മളൊരു 2500 പേര് 3000 പേര് വരെ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു കൺവെൻഷൻ ഒന്നാണിത്. ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, നമ്മളെ എല്ലാ ആംബിയൻസും ഉണ്ട്, സ്പോൺസർമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, കൃത്യമായ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലത്ത് ആലുവയിലെ സർവ്വമത സമ്മേളനം എന്തുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്, എന്താണ് ഗുരു ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന ഗുരുവിൻ്റെ അരുൾ ഒരു സന്ദേശമായി പ്രിൻ്റ് ചെയ്ത് 10,000 പ്രതിനിധികൾക്കും നേരത്തെ കൊടുത്ത് 10,000 പ്രിൻ്റ് കോപ്പി ചെയ്ത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ചെറിയ കാര്യമാണോ? എന്നിട്ടാണ് ഇത് തീരുന്നെന്ന് ഗുരു ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റേജിൽ വെച്ച് പറയുന്നു, എല്ലാവരെയും ഭക്ഷണത്തിന് നാം ക്ഷണിക്കുന്നു. ഇതൊക്കെ അപൂർവം കേട്ടോ. മഹാഗുരു സ്റ്റേജിൽ കയറി വന്ന് എല്ലാ പ്രതിനിധികളെയും കാഴ്ചക്കാരായി ഉണ്ടായിരുന്ന എല്ലാവരെയും ഫുഡിനായി ഇൻവൈറ്റ് ചെയ്യുന്നു, സ്വാമി ക്ഷണിക്കുന്നു. അന്ന് ഒരു പ്രത്യേക ഫുഡായിരുന്നു. പഴവർഗ്ഗങ്ങൾ,
നമ്മുടെ തെങ്ങിൻ്റെ മണ്ട പോലുള്ള സാധനങ്ങൾ, വളരെ പ്രത്യേകമായ ഭക്ഷണം തയ്യാറാക്കി പാനീയങ്ങളുമായി ഒരു തരം ഫ്രൂട്ട്, എന്താണ് ഒരു വെജിറ്റബിൾ, ഒരു ഡെസേർട്ട് എന്നൊക്കെ ആ രീതിയിലുള്ള ഒരു കോഴ്സ്, ഒരു ഫുഡാണ് അന്ന് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതെല്ലാവരും കഴിക്കുന്നു. സ്വന്തമായി വള്ളത്തിലും മറ്റുമൊക്കെ വന്ന ആളുകൾ മടങ്ങുന്നു. വാഹന സൗകര്യം രാത്രി ഇല്ലാത്ത ആളുകൾ അന്ന് ആലുവയിൽ താമസിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഒരു ഫോട്ടോഗ്രാഫറെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ നടന്നൊരു ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഇപ്പോഴും നമുക്ക് ഗൂഗിളിലും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. മഹാഗുരു കൂടിയിരിക്കുന്ന അവിടെ വെച്ച് വേറൊരു ഫോട്ടോയും ഉണ്ട്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ബുദ്ധമത പ്രതിനിധിയും CV കുഞ്ഞിരാമനും നരസിംഹദാസ്വാമിയും ഗുരുവും കൂടിയിരിക്കുന്ന ഗംഭീരമായൊരു ഫോട്ടോ. ഇതൊക്കെ അന്നെടുത്തതാണ്. അങ്ങനെയാണ് സർവ്വമത സമ്മേളനം അവസാനിക്കുന്നത്. ഇനി അമേരിക്കയിൽ നടന്ന നമ്മളിപ്പോൾ അവകാശപ്പെടുന്ന ആ സർവ്വമത സമ്മേളനവും ഗുരുവിൻ്റെതുമായി പ്രകടമായൊരു വ്യത്യാസം. കാരണം അമേരിക്കയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു. ഓരോരുത്തരും അവനവൻ്റെ മതം നല്ലതെന്നും മറ്റുള്ളവരുടെ മതം അത്ര നല്ലതല്ലെന്നും പറയാൻ സ്ഥാപിച്ചിട്ട് അത്ര ഹാർമണിയുടെ, സാഹോദര്യത്തിൻ്റെ ഒരു ഫീലിൽ അല്ല പോയത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റെസൊല്യൂഷനോ ഒരു അനൗൺസ്മെൻറ്റോ ഉണ്ടാകാതെ. കാരണം 17 ദിവസം നീണ്ടുനിന്ന, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു മീറ്റിംഗ് എന്ന ലെവലിൽ അത് അങ്ങനെയാണ് കഴിഞ്ഞ് പോവുകയും ഉണ്ടായത്. എന്നാൽ മഹാഗുരുവിൻ്റെ സർവമത സമ്മേളനം കഴിയുമ്പോൾ ഗുരുവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. കാരണം ഒന്നാമത്തെ പ്രസംഗം മുതൽ അവസാനത്തെ പ്രസംഗം വരെ സ്റ്റേജിലിരിക്കാതെ താഴെ ഇടതുഭാഗത്തായി ഒരു ചാരു കസേരയിൽ 2 സൈഡിൽ ശിഷ്യന്മാർ വീശിക്കൊടുക്കുമ്പോൾ ഓരോ പ്രസംഗങ്ങളും സസൂക്ഷ്മം സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗുരു. കേട്ടുകൊണ്ട് അതിനുശേഷം ഗുരുവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകുന്നു. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്ന് തന്നെയാണ്. പ്രത്യക്ഷത്തിലും പ്രകാരത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ദേശകാലോചിതമായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെ. അതുകൊണ്ട് ഒരു മതമഹാപാഠശാല വേണ്ടിയിരിക്കുന്നു. ഗുരുവിൻ്റെ ഒരു തോട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അമേരിക്കയിൽ ഉണ്ടായില്ല. അമേരിക്കയിൽ എല്ലാവരും അവനവൻ്റെ മതം വലുതെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മതം ചെറുതാണെന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ച്, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പോലും നിങ്ങൾ ഒരു കിണറ്റിലെ തവളയാകരുത്, സമുദ്രം അപ്പുറത്തുണ്ട് കേട്ടോ എന്ന് സൂചിപ്പിച്ച് ഗുരുവിൻ്റെ പിറ്റേന്ന് പ്രിന്റ് ചെയ്ത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. എല്ലാ നാടിലും അത് പ്രൊപ്പഗേറ്റ് ചെയ്തു, പ്രചരിപ്പിച്ചു. ഗുരു പറയുന്നു, ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ എല്ലാ മതത്തെയും പ്രതിനിധീകരിച്ച് ആളുകൾ, ഈ ഹിന്ദുമതത്തിൻ്റെ ആളുകൾ വന്നില്ലെങ്കിലും മഞ്ചേരി സഹോദരന്മാരെന്ന് പറയും, മഞ്ചേരി രാമയ്യരും മഞ്ചേരി കൃഷ്ണയ്യരും. അതിൽ മഞ്ചേരി രാമയ്യർ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹിന്ദുമതത്തിന് വേണ്ടി സംസാരിച്ചു. അതുപോലെ തന്നെ EK അയ്യാക്കുട്ടി ജഡ്ജി എന്ന് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ്റെ വൈഫിൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ പേഷ്കാർ ദിവാൻ ബഹാദൂർമാർ, ഒത്തിരി പ്രമുഖന്മാർ. അന്നവിടെ ഇരുന്ന ഓഡിയൻസ് ആരും മോശക്കാരല്ല കേട്ടോ, മോശക്കാരല്ല. സഹോദരൻ അയ്യപ്പൻ, നിയമ വിദ്യാർത്ഥിയായിരുന്ന C കേശവൻ, TK മാധവൻ, മഹാഗുരുവിൻ്റെ ശിഷ്യപ്രമുഖന്മാരെല്ലാവരും. പക്ഷെ ബോധാന സ്വാമിയോ സുഗുണാനന്ദ ഗുരുസ്വാമിയോ ഗുരുപ്രസാദ് സ്വാമിയോ സാധു ശിവപ്രസാദോ മഹാന്മാരായ പ്രഭാഷകന്മാരാരും കാര്യമായ പ്രസംഗങ്ങളിലേക്ക് പോയില്ല. വന്ന പ്രതിനിധികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന വളരെ ടൈം ബൗണ്ടഡ് മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഇവിടെ 2 ദിവസങ്ങളിലായി നടന്ന എല്ലാ പ്രഭാഷണങ്ങളും മതഘോഷണങ്ങളും ശ്രദ്ധിച്ചതിൽ നിന്നും, ഇത് ഗുരു തലേദിവസം പറഞ്ഞതാണ്, ഇത് പിന്നെ പ്രിന്റ് ചെയ്തതാണ്, ഒരു കാര്യം വ്യക്തമാകുന്നത്, എല്ലാ മതവും സാരാംശത്തിൽ ഒന്ന് തന്നെയാണ്. എന്നാൽ അതിൻ്റെ സാരാംശം ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മഹാഗുരുവിൻ്റെ കാലങ്ങൾക്കപ്പുറത്തുള്ള ഒരു സെന്റൻസ് ആണ് അടുത്തത്. എല്ലാ മതത്തെയും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി പഠിക്കുവാനുള്ള അവസരം ഇന്ന് ലഭ്യമല്ല. അതൊരു വാക്കാകട്ടോ. നമ്മളൊരു ഹിന്ദു മതത്തിൻ്റെ പാഠശാലയിൽ പോയാൽ ഹിന്ദുമതം മാത്രം പഠിപ്പിക്കും, സൺഡേ സ്കൂളിൽ പോയാൽ ക്രിസ്തുമതം മാത്രം പഠിപ്പിക്കും, മദ്രസയിൽ പോയാൽ ഇസ്ലാം മതം മാത്രം പഠിപ്പിക്കും. അത് മാത്രം സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാ മതത്തെയും എല്ലാവർക്കും, അങ്ങൊരു വാക്കുണ്ട്, സ്വാതന്ത്ര്യം. ദൈവത്തെ വിശ്വസിക്കുകയോ
വിശ്വസിക്കാതിരിക്കുകയോ ഈ മതം നല്ലതല്ലെന്ന് പറയുകയോ ചീത്തയാണെന്ന് പറയുകയോ അവനവൻ്റെ ഇഷ്ടം. നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ കാണുന്നത് പോലെ ഒരു കോമഡി സിനിമ കാണുന്നു, ഒരു ഫാമിലി മൂവി കാണുന്നു, ഒരു ആക്ഷൻ സിനിമ കാണുന്നു, ഒരു കുറ്റാന്വേഷണ സിനിമ കാണുന്നു, ഏത് സിനിമ കണ്ടാലും ഇതിനെയെല്ലാം അവനവന് ഇഷ്ടമുള്ളതുപോലെ ക്രിയേറ്റിവിറ്റിയോട് കൂടിയോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ വിമർശിച്ചുകൊണ്ടോ പഠിക്കാനും കാണുവാനും നമുക്ക് അവകാശമുണ്ട്. ഏത് പുസ്തകത്തെയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വായിക്കാം, ആ പുസ്തകത്തെ വിമർശിക്കാം, ആ പുസ്തകത്തെ പുകഴ്ത്താം, ആ പുസ്തകത്തെ തിരുത്താം. മതഗ്രന്ഥങ്ങളെ തൊട്ടാൽ കളി മാറും. മതഗ്രന്ഥങ്ങളെ തൊട്ടാൽ തിരുത്തുവാനോ വിമർശിക്കുവാനോ എഡിറ്റ് ചെയ്യുവാനോ മാറ്റുവാനോ അവകാശമില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ കൊല്ലപ്പെടാൻ പോലും സാധ്യതയുണ്ട്. അതാ ഗുരു പറയുന്നത്, എല്ലാ മതങ്ങളെയും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടു കൂടി പഠിക്കുവാൻ ഇന്ന് അവസരം ഇല്ല തന്നെ. അതിനാൽ നാം ശിവഗിരിയിൽ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി അഭ്യസിക്കുവാനുള്ള മതമഹാപാഠശാലയാണ് നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി മഹാഗുരു മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് 5 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1924 ശ്രീനാരായണ പരമഹംസ മഹാഗുരു ഒരു മതമഹാപാഠശാലയ്ക്ക് വേണ്ടി, നോക്കൂ, അതിന് ബ്രഹ്മവിദ്യാലയം എന്ന വാക്ക് ഇപ്പോഴാണ് ഉണ്ടായത്. ശ്രീനാരായണ പരമസദ്ഗുരു അതിന് പറഞ്ഞ വാക്ക് മതമഹാപാഠശാല. ഏത് മതത്തെയും സ്വാതന്ത്ര്യത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും വിമർശിച്ചുകൊണ്ടും വിശ്വാസമില്ലാതെയും ആർക്കും പഠിക്കുവാൻ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾ തമ്മിൽ ഒരു മത്സരം ഉണ്ടാവുകയില്ലെന്നാണ് ഗുരു പറയുന്നത്. 5 ലക്ഷം രൂപ 1924 5 ലക്ഷം ചെറിയ എമൗണ്ട് ആണോ? അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാഗുരുവിൻ്റെ നിങ്ങളിപ്പോൾ ശിവഗിരി മഠത്തിൽ കാണുന്ന ആ റിക്ഷ 24 ശിവഗിരി മഠത്തിൽ കൊണ്ടുവന്നത്. ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നും ഒരു ഷിപ്പിൽ കയറ്റി ആ റിക്ഷ കൊച്ചി തുറമുഖം വരെ എത്തിക്കുവാനുള്ള ഷിപ്പിംഗ് കോസ്റ്റ്, കപ്പൽ ചാർജ് 35 രൂപയായിരുന്നു. വെറും 35 രൂപ. ഇന്നാണ് നമ്മളൊരു കാറ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്നതെങ്കിൽ കപ്പൽ കൂലി മിനിമം 2 ലക്ഷം രൂപയാവും. അപ്പോൾ 1924 35 രൂപ, ഇന്നത്തെ 2 lakhs 2 ലക്ഷമാണെങ്കിൽ അന്നത്തെ 5 ലക്ഷം ഇന്നത്തെ എത്ര എമൗണ്ട് ആയിരിക്കും? അത്രയും വലിയൊരു കോർപ്പസ് ഓഫ് എമൗണ്ട് ആണ് ശ്രീനാരായണ പരമസദ്ഗുരു മതമഹാപാഠശാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ ശിവഗിരിയിൽ എല്ലാവർക്കും എല്ലാ മതവും പഠിക്കുവാൻ അങ്ങൊരു സ്വാതന്ത്ര്യം ഇന്നുമില്ല. എല്ലാവരും അവനവൻ്റെ മതത്തെ മാത്രം പറയും, അവനവൻ്റെ മതത്തെ മാത്രം നോക്കൂ. അതേത് സ്ഥലത്തും. അതുകൊണ്ട് സാമുദ്രപാദങ്ങൾ, പക്ഷേ ആ മതമഹാപാഠശാല സാമുദ്രപാദങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധിച്ചില്ല. ആ മതമഹാപാഠശാലയ്ക്ക് വേണ്ടി സാമുദ്രപാദങ്ങൾ തറക്കല്ലിട്ടു 1926. അതിൻ്റെ തറക്കല്ലിടുന്ന ചടങ്ങിന് ആ തറക്കല്ലിട്ട സ്ഥലത്താണ് ഇപ്പോൾ മഹാസമാധി മന്ദിരം നിലനിൽക്കുന്നതും. ഒരു കുഞ്ഞ് തമാശ നിറഞ്ഞ സ്റ്റോറി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇതിന് തറക്കല്ലിടുകയാണ്. മഹാഗുരു സർവ്വമത സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരു അനൗൺസ് ചെയ്ത മതമഹാപാഠശാലയുടെ തറക്കല്ല്, അവിടേക്കൊരു കാശി സിദ്ധൻ വന്നെത്തുന്നു. അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഒരൊറ്റ പറച്ചിൽ, ഇപ്പോൾ ഇവിടെ തറക്കല്ലിട്ട ഈ സ്ഥാനത്ത് ഒരു മതമഹാപാഠശാല ഉയരത്തില്ലെന്ന്. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന വേദി വന്നിട്ട് മഹാഗുരു തറക്കല്ലിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം നടക്കത്തില്ലെന്ന്. ആരടാപ്പ ഇവൻ? എല്ലാവരും നോക്കുക. അപ്പോൾ ഗുരു ചിരിച്ച് വീണ്ടും പറഞ്ഞ് ഇവിടെ ഒരു മതമഹാപാഠശാല ഉയരത്തില്ലെന്ന്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, പകരം ഇവിടെ ഒരു മഹാപുരുഷൻ്റെ മഹായോഗിയുടെ സമാധിപീഠമായി മാറുമെന്ന്. എന്നിട്ട് ആളങ്ങ് പൊക്കളഞ്ഞ്. ആൾക്കാർക്ക് മനസ്സിലായി ശിവഗിരി മഠത്തിൽ മഹാപീഠം ആരുടെയാ? ഗുരുവിൻ്റെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ പരവൂർ കേശവൻ വേദാന്തി എന്ന് പറയുന്ന ഒരാളുണ്ട്. പരവൂർ കേശവൻ വേദാന്തി. ഈ ആൾ ചെറുപ്പക്കാരനാ. ഗുരുവിനൊരു മകനെ പോലെ സ്നേഹമുള്ള ആളാണ്. ഗുരുവിനോട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, അതായത് സ്വാമി മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാതിരിക്കുക ഈ അസുഖമുള്ള സമയത്ത്. അപ്പോൾ പറഞ്ഞു, ഇത്രയും കാലം ഗുരു പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടില്ലേ, ഇനി ഞങ്ങൾ പറഞ്ഞൊക്കെ സ്വാമി അങ്ങോട്ടൊന്ന് കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിക്ക് നിർബന്ധപൂർവ്വം മരുന്ന് കൊടുക്കുന്ന ആളാണ്. ഒരു മകൻ്റെ സ്ഥാനമുള്ള ആളാണ്. അദ്ദേഹം ചോദിച്ചു, സ്വാമി ഇവിടെ ഒരു മതമഹാപാഠശാല വരത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഗുരുവിന് അനക്കയില്ല, ചിരി മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ഒരു മഹാസമാധി പീഠം വരും എന്ന് പറഞ്ഞല്ലോ, അത് ആരുടെയാ? സ്വാമിയുടെ ആണോ എന്ന്.
ഗുരുവിന് ചിരി മാത്രം. അപ്പോൾ ഗുരു സമാധിയാകാൻ പോവാണോന്നാ ഈ ചോദ്യം. സ്വാമിക്ക് അനക്കമില്ല. അദ്ദേഹം വീണ്ടും ഞങ്ങൾ കോട്ടയംകാരുടെ ഭാഷ പോകുന്നതോട് ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് തോണ്ടി നോക്കാന്നൊക്കെ പറയും, ചൂണ്ടിട്ട് നോക്കാന്നൊക്കെ പറയും. സ്വാമി എന്തെങ്കിലും പറയുമെന്നറിയാൻ. അല്ല, ഗുരുവിൻ്റെ സമാധി പീഠമാണോ? അനക്കമില്ല. ഉടനെ വീണ്ടും അടുത്തൊരു ചോദ്യം. അല്ല, ഈ മതമഹാപാഠശാലയ്ക്ക് സ്വാമി ഇപ്പം ഇട്ടിരിക്കുന്നത് 5 ലക്ഷം രൂപയാണല്ലോ. തൃപ്പാദങ്ങളുള്ള സമയത്ത് ഇവന്മാരൊന്നും പൈസ തരികയില്ല. ഇനി സ്വാമി സമാധിയായി പോയി കഴിഞ്ഞാൽ ഈ കാശയ്ക്ക് ആര് തരുമെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയാണോ എങ്കിൽ ഒരാളെ കൊണ്ട് നാം അത് നിർവഹിപ്പിച്ചോളാന്ന്. ആ ആളാണ് MP മൂത്തേടത്ത്. ഈ മഹാസമാധി മന്ദിരം അവിടെ ഉയരുകയും ചെയ്തു. സോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശേഷ അതിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു 3 മിനിറ്റ് മാത്രമേ കൂടുതൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുന്നു. നാം എല്ലാവരും ചെറുപ്പം മുതൽ എൻ്റെ SNDP ശാഖായോഗത്തിൻ്റെ രവിവാര പാഠശാല പഠിക്കുമ്പോൾ ഞാനും കേട്ടൊരു വാക്കാണ്, ലോകത്തിലെ 2ാമത്തതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവമത സമ്മേളനം. ഞാൻ വളരെ കൃത്യമായി 2 സമ്മേളനങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ലോകത്തിലെ ആദ്യത്തേത് ഒരു മഹാഗുരു, ഒരു മഹാപുരുഷൻ സംഘടിപ്പിച്ച എല്ലാ മതങ്ങളെയും സ്വാതന്ത്ര്യത്തോടു കൂടി പഠിക്കുവാൻ പാഠശാല ഉണ്ടാക്കുമെന്ന് അതിൻ്റെ ഫലമായി ഗുരു പ്രഖ്യാപിച്ച അതാണോ വിവേകാനന്ദ സ്വാമിയുടെ അന്നത്തേതാണോ ലോകത്തിലെ ആദ്യത്തേതെന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2ാം തവണയും ഇവിടെ അവസരമൊരുക്കിയ ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടും എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും മഹാഗുരുവിൻ്റെ അമൃതവർഷം പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് മടങ്ങുന്നു. നന്ദി, 1000 നമസ്കാരം.